ഉള്ള ആഗ്രഹത്തോടെ അവാഞ്ചിയോടെ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ മക്കളെ എല്ലാവരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കുവൈറ്റ് IPCയുടെ മെമ്പേഴ്സായിരിക്കുന്ന പ്രിയപ്പെട്ടവര്, നല്ലത് മാത്രമല്ല, പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ ഇവിടെ ബൈബിൾ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ വചനം പഠിക്കാനുള്ള ആഗ്രഹത്തോടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും, യേശുവിനെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രാരംഭത്തിൽ ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കട്ടെ. ഇന്ന് പരിശുദ്ധാത്മാവാണ് നമ്മെ ഇവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിച്ച് നമ്മുടെ ഹൃദയത്തോടെ സംസാരിച്ചയക്കുമെന്ന പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ തന്നെ കൃത്യസമയത്ത് ഈ ബൈബിൾ സ്റ്റഡി കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. 8 മണിയായി. അപ്പോൾ 8 മണിക്ക് തന്നെ ആ ബൈബിൾ ക്ലാസ് നമ്മളിവിടെ ആരംഭിക്കുന്നു. അടുത്ത 1 മണിക്കൂർ ദൈവത്തിന്റെ പ്രാർത്ഥനയോടെ പഠിക്കാനുള്ള വലിയ ആഗ്രഹത്തോടുകൂടെ നമുക്കായിരിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. തിരുവചനത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ പഠിച്ചത് ഈ പഠനത്തിന്റെ പ്രാധാന്യത എന്തെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ടമിടിയായി. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഓർപ്പിച്ചതുപോലെ ഈ ക്ലാസിന്റെ ആദ്യത്തെ സബ്ജക്ട്, ആദ്യത്തെ പോർഷൻ ബൈബിളിനെ പറ്റിയായിരിക്കും, ദൈവത്തിന്റെ വചനത്തെ പറ്റിയായിരിക്കും എന്ന കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഓർപ്പിച്ചു. ബൈബിളിനെ പറ്റി ഓർപ്പിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, 3 തരത്തിലാണ് ദൈവത്തിന്റെ വചനം ഭൂമിയിൽ വെളിപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, സാക്ഷാൽ യേശുക്രിസ്തു തന്നെ, വചനമായി ആയിരുന്ന യേശുക്രിസ്തു തന്നെ ഭൂമിയിലേക്ക് ജഡമായി വന്ന് നമ്മുടെ ഇടയിൽ കൃപയും സത്യവും നിറഞ്ഞവനായി പാർത്ത് നമ്മുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തു. യേശുക്രിസ്തു തന്നെ വചന രൂപത്തിൽ നമ്മുടെ മധ്യേ വെളിപ്പെട്ടു. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ അത് പഠിച്ചു. രണ്ടാമത്, ദൈവത്തിന്റെ വചനം ഭൂമിയിൽ വെളിപ്പെട്ടത് സ്പീച്ച് ഫോമിലാണ്, സംസാര ഭാഷയിൽ. അതായത് ഭൂമിയെ മുഴുവൻ സൃഷ്ടിക്കത്തക്ക നിലയിൽ ഉണ്ടാകട്ടെ എന്ന വാക്ക് സർവശക്തനായ ദൈവം പറഞ്ഞ്, ദ പവർഫുൾ വേർഡ്സ് ദാറ്റ് കോസ് സംതിങ് ടു ഹാപ്പൻ, എന്തെങ്കിലും സംഭവിക്കത്തക്ക നിലയിൽ, അതിന് കാരണമാകത്തക്ക നിലയിൽ ദൈവത്തിന്റെ വചനം സംസാര ഭാഷയിൽ വെളിപ്പെട്ടു. അത് ഒന്ന്, ഭൂമിയെ സൃഷ്ടിക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ വചനം വെളിപ്പെട്ടു. അത് മാത്രമല്ല, മറ്റുള്ള പ്രവാചകന്മാരിലൂടെ, ദൈവത്തിന്റെ ഹ്യൂമൻ ലിപ്സിലൂടെ, മനുഷ്യന്റെ അധരങ്ങളിലൂടെ ദൈവത്തിന്റെ വചനം മനുഷ്യന് വെളിപ്പെട്ടു. മാത്രമല്ല, ദൈവം തമ്പുരാൻ തന്നെ ഡയറക്റ്റ് പേഴ്സണലായിട്ട് ഇടപെടുമ്പോൾ അത് ദൈവത്തിന്റെ വചനമായിട്ടാണ് നമുക്ക് വെളിപ്പെട്ടു വരുന്നത്. മൂന്നാമത്, ഒന്ന് മാനുഷിക ഫോമിൽ, അതായത് മനുഷ്യനായി തന്നെ വചനം വെളിപ്പെട്ടു. 2, സ്പീച്ച് ഫോമിൽ വെളിപ്പെട്ടു. 3, റിട്ടൺ ഫോം, എഴുതപ്പെട്ട രൂപത്തിൽ ദൈവ മക്കൾക്ക്, ഭൂമിക്ക് ദൈവം തന്റെ വചനം വെളിപ്പെടുത്തി കൊടുത്തു. അതാണ് ഈ വിശുദ്ധ തിരുവചനം. റിട്ടൺ ഫോമിൽ, എഴുതപ്പെട്ട രൂപത്തിൽ വേദ പുസ്തകം വെളിപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ തിരുവചനത്തിന്റെ പ്രത്യേകതകളാണ് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. വേദ പുസ്തകം മറ്റുള്ള പുസ്തകങ്ങളെ പോലെയോ ഏൻഷ്യന്റ് നിയർ ഈസ്റ്റേൺ കൾച്ചറിൽ എഴുതപ്പെട്ട അനേക പുസ്തകങ്ങളുണ്ട്. ഇന്ന് ചരിത്രത്തിൽ തന്നെ സ്ഥാനം പിടിച്ചുപറ്റിയ അനേകം ഗ്രീക്ക് ചിന്തകളുള്ള, പഴയ കൾച്ചറിനെ പറ്റി വിവരിക്കുന്ന പുസ്തകങ്ങൾ ധാരാളമുണ്ട്, മതഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ അതിലും നിസ്തുലമാണ് വേദപുസ്തകം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഒരിക്കല് മൊഞ്ചേരിയോ വില്യംസ് എന്ന് പറയുന്ന പ്രൊഫസർ, സാൻസ്ക്രിറ്റ് പ്രൊഫസർ, അദ്ദേഹം 42 വർഷത്തെ തന്റെ പഠനത്തിന് ശേഷം, ഈസ്റ്റേൺ ബുക്സ് പഠിച്ച ശേഷം, ഈസ്റ്റേൺ ബുക്സ് മുഴുവൻ പഠിച്ച ശേഷം, 42 വർഷം കൊണ്ട് പഠിച്ച ശേഷം അദ്ദേഹം ബൈബിളിനെ പറ്റി ഇങ്ങനെയാണ് പറഞ്ഞത്: "Pile them if you will on the left side of your study table, but place your holy Bible on the right side, all by itself, all alone, and with a wide gap between them. For there is a gulf between it and so-called sacred books of the East, which severes the one form, the other utterly, hopelessly, and forever. And veritable gulf which cannot be bridged over by any science of religious thoughts." അതിന്റെ കണ്ടന്റ് ഇത്ര മാത്രമേ ഉള്ളൂ. 42 വർഷം ഈസ്റ്റേൺ ബുക്സ്, സേക്രഡ് ബുക്സ്, ഈസ്റ്റേൺ എന്ന് പറയുമ്പോൾ ഈവൻ നമ്മുടെ ഇന്ത്യൻ സേക്രഡ് ബുക്സ് ഉൾപ്പെടെ പഠിച്ച ശേഷം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ആ വിശുദ്ധ പുസ്തകങ്ങളെല്ലാം നിങ്ങളുടെ ടേബിളിന്റെ ഒരു സൈഡിൽ വയ്ക്കുക, എന്നിട്ട് വിശുദ്ധ ബൈബിൾ മാത്രം മറു സൈഡിൽ വയ്ക്കുക. ഈ പുസ്തകങ്ങളെല്ലാം കൂടെ ഒരു സൈഡിൽ വെച്ചാലും ബൈബിൾ മാത്രം മറു സൈഡിൽ വെച്ചാലും
അതിനെ തമ്മിൽ യോജിപ്പിക്കാൻ പറ്റാത്ത, തുലനപ്പെടുത്താൻ പറ്റാത്ത ഒരു വലിയ വിടവ് ഇത് തമ്മിലുണ്ടായിരിക്കും. വേദപുസ്തകത്തോട് തുലനം ചെയ്യുവാൻ ലോകത്തിലെ ഒരു വിശുദ്ധ പുസ്തകങ്ങൾക്കും കഴിയുകയില്ല എന്ന് പ്രൊഫസർ, സാൻസ്ക്രിറ്റ് പ്രൊഫസർ 42 വർഷത്തെ തന്റെ പഠനശേഷം വിളിച്ച് പറയുവാൻ തക്കവണ്ണമിടയായിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. വേദപുസ്തകത്തിന്റെ നിസ്തുലതകൾ പല നിലകളിലാണ് വെളിപ്പെട്ടു വന്നിരിക്കുന്നത്. ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ ഒരു പക്ഷെങ്കിൽ ദൈവമക്കൾ പല പ്രാവശ്യം ആവർത്തിച്ച് കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. എന്നാൽ വേദപുസ്തകത്തിന്റെ ആധികാരികത തെളിയിക്കുന്ന ഭാഗങ്ങളല്ല വേദപുസ്തകത്തിന്റെ നിസ്തുലത എന്ന് പറയുന്നത്. വേദപുസ്തകം നിസ്തുല്യമായതുകൊണ്ട് അത് ആധികാരികമാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ നിസ്തുലത ആധികാരികതയുടെ ഒരു പാർട്ടാണ്. കാരണം വേദപുസ്തകം തന്നെ നിസ്തുലമായി നിൽക്കുന്നെങ്കിൽ, മറ്റെല്ലാ പുസ്തകങ്ങൾക്കും മുകളിൽ നിൽക്കുന്നെങ്കിൽ, എന്തോ പ്രത്യേകത മറ്റെല്ലാ പുസ്തകങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇതിനുണ്ടെങ്കിൽ നിശ്ചയമായും അതിന്റെ പുറകെ മാത്രമേ ഒരാൾക്ക് പോകാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളത് വാസ്തവമാകിയാൽ ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ ആധികാരികത കൂടെ തെളിയിക്കുന്നുണ്ട്. വേദപുസ്തകം ഏതെല്ലാം നിലയിൽ പ്രത്യേകതകൾ തെളിയിക്കുന്നു? പ്രാരംഭത്തിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മുന്നോട്ട് അതിന്റെ കാനനൈസേഷൻ, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് തിരുവചനമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വെളിപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, വേദപുസ്തകം അതിന്റെ കണ്ടിന്യൂറ്റിയിൽ, അല്ലെങ്കിൽ അതിന്റെ തുടർച്ചയിൽ, അതിന്റെ സീക്വൻസിൽ അത് നിസ്തുലമായിരിക്കുന്നു, യുണീക്കായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ സാധാരണ കേട്ടിട്ടുള്ളതുപോലെ ഇത് മാത്രം ഇത്രയേ ഉള്ളൂ. ദ ബൈബിൾ ഈസ് യുണീക്ക് ഇൻ ഇറ്റ്സ് കണ്ടിന്യൂറ്റി. ഇതിന്റെ തുടർമാനത്തിൽ, തുടർച്ചയിൽ ഇത് യുണീക്കായിരിക്കുന്നു, നിസ്തുലമായിരിക്കുന്നു. കാരണം നിങ്ങൾ ഇനി ശ്രദ്ധിക്കുക, വിശ്വാസികൾക്ക് അറിയാവുന്ന കാര്യമാണെങ്കിലും അറിയാൻ വയ്യാത്ത പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക. ദിസ് ബുക്ക് ഈസ് റിട്ടൺ ഓവർ 1500 years സ്പാൻ. 1500 വർഷത്തെ ഒരു ടൈം പീരീഡിലാണ്, ഒരു കാലഘട്ടം കൊണ്ടാണ് വേദപുസ്തകം 66 പുസ്തകങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പൊ വേദപുസ്തകം എഴുതിയിരിക്കുന്നത് 1500 വർഷം, കണ്ടിന്യൂസ് ആയിട്ട് 1500 വർഷം എടുത്തു എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. 1500 വർഷത്തിനിടയിൽ ജീവിച്ചിരുന്ന വ്യക്തികൾ, 1200 വർഷത്തിനിടയിൽ ദൈവാത്മാവ് ഭൂമിയോട് ഇടപെട്ട കാര്യങ്ങൾ, ഇതാണ് 1500 വർഷങ്ങളിലെ ഒരു പീരീഡിനുള്ളിലാണ് ഈ വേദപുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പുസ്തകത്തെ പറ്റി നമ്മൾ കേട്ടിട്ടില്ല. കാരണം ഒരു പുസ്തകം എഴുതുക എന്ന് പറയുന്നത് 1-2 വർഷങ്ങൾ, അല്ലെങ്കിൽ 10 വർഷങ്ങൾ. ഈവൻ റിസർച്ച് ചെയ്യുന്ന ആളുകൾ പോലും ഒരു കാര്യം റിസർച്ച് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് മാക്സിമം 10 years അല്ലെങ്കിൽ 15 years ഇങ്ങനെ റിസർച്ച് ചെയ്ത് ബുക്സ് എഴുതാറുണ്ട്. എന്നാൽ 1500 വർഷങ്ങൾക്കകത്ത് നിന്നുകൊണ്ട്, വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ നിന്നുകൊണ്ട് എഴുതിയ പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. അതിന്റെ മറ്റൊരു പ്രത്യേകത, 40 ജനറേഷൻ, 40 തലമുറയ്ക്കകത്ത് നിന്നുകൊണ്ടാണ്, തലമുറകളിൽ ഉൾപ്പെടുന്ന ആളുകളാണ് ഈ വേദപുസ്തകം എഴുതിയത്. 40 തലമുറകൾക്കുള്ളിൽ, റിട്ടൺ ഓവർ 40 ജനറേഷൻ. മാത്രമല്ല, അടുത്തത് റിട്ടൺ ബൈ ഓവർ 40 ഓതേഴ്സ് ഫ്രം എവറി വാക്ക് ഓഫ് ലൈഫ്, ഇൻക്ലൂഡിംഗ് കിങ്സ്, പെസൻസ്, ഫിലോസഫേഴ്സ്, ഫിഷർമെൻ, പോയറ്റ്സ്, സ്റ്റേറ്റ്സ്മെൻ, സ്കോളേഴ്സ് എക്സെട്ര. ഈ വേദപുസ്തകം എഴുതിയത് 40 എഴുത്തുകാരാലാണ് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. ഈ എഴുത്തുകാരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ചിലര് രാജാക്കന്മാരാണ്, ചിലര് തത്വചിന്തകന്മാരാണ്, ചിലര് പെസൻസാണ്, ചിലര് മുക്കുവരാണ്, ചിലര് കവികളാണ്, ചിലര് സ്കോളേഴ്സ്, പണ്ഡിതന്മാരാണ്. ഇങ്ങനെ വ്യത്യസ്ത തുറമുഖങ്ങളിലുള്ള ആളുകളാണ് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. എക്സാമ്പിൾ, ഉദാഹരണം പറഞ്ഞാൽ, മോശ, he was a political leader trained in the universities of Egypt. ഈജിപ്തിലെ സർവകലാശാലകളിൽ 40 വർഷം ഈജിപ്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളത്, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന പൊസിഷനോടുകൂടി ഈജിപ്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാകിയാൽ, ഈ 40 വർഷത്തിനുള്ളിൽ തനിക്ക് കിട്ടാവുന്ന ട്രെയിനിങ് മുഴുവൻ മിസ്രൈമിൽ മോശ നേടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോശയുടെ ജീവിതം എന്ന് പറയുന്നത്, he was a political leader, an educated scholar. പത്രോസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, ഒരു ഫിഷർമാനാണ്, മുക്കുവനായ മനുഷ്യനാണ്. ആമോസ് ഒരു ഇടയനാണ്, അല്ലെങ്കിൽ ഇനി ചുരുക്കി പറഞ്ഞാൽ കാട്ടത്തിപ്പഴം പെറുക്കുന്നവൻ എന്നാണ് അവനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഹി വാസ് എ ഹെഡ്സ്മാൻ മാൻ. ജോഷുവ എന്ന് പറയുന്നത് ഹി വാസ് എ മിലിറ്ററി ജനറൽ.
വേദപുസ്തകത്തിൽ എഴുതിയ ജോഷുവ പുസ്തകം നമുക്കറിയാമല്ലോ, അത് എഴുതിയ ജോഷുവ. ഹി വാസ് എ മിലിറ്ററി ജനറൽ. നെഹമ്യ വാസ് എ കപ്പ് ബെയറർ. പാത്ര വാഹനായിരുന്നു നെഹമ്യ. ഡാനിയൽ വാസ് എ പ്രൈം മിനിസ്റ്റർ. നെബൂഖദ്നേസറിന്റെ അല്ലെങ്കിൽ ബാബിലോണിയ കൊട്ടാരത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന ആളായിരുന്നു ദാനിയേൽ. ലൂക്കോസ് ഒരു ഡോക്ടറായിരുന്നു, ഒരു ഫിസിഷ്യനായിരുന്നു. ദാവീദും ശലോമോനും അവര് രാജാക്കന്മാരായിരുന്നു. ഇനിയും ദാവീദിനെ പറ്റി ഒരു വാക്കൂടെ പറഞ്ഞാൽ ഒരു ആട്ടിടയനായിരുന്നു. മത്തായി ഒരു ടാക്സ് കളക്ടറായിരുന്നു. പൗലോസ് ഒരു റബിയായിരുന്നു, യഹൂദ റബി. എന്തിന് ഇത് ഉദാഹരണങ്ങളിൽ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേദപുസ്തകം എഴുതിയിരിക്കുന്നത് 40 എഴുത്തുകാർ, വ്യത്യസ്ത തുറകളിൽ ട്രെയിൻ ചെയ്യപ്പെട്ടവർ, ജീവിക്കപ്പെട്ടവർ ആണ് വേദപുസ്തകത്തിന്റെ എഴുത്തുകാർ. ഇനി ശ്രദ്ധിക്കണം, വേദപുസ്തകം എഴുതിയതെന്ന് പറയുന്നത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ടാണ്. ഇത് മോശ എഴുതിയത് മരുഭൂമിയിൽ നിന്നുകൊണ്ട്, ഇരമ്യാവ് കുഴിയിൽ ഇറക്കപ്പെട്ടവനായി അവിടെ ഇരുന്ന് എഴുതുന്നു. ദാനിയേൽ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് ഈ തന്റെ പുസ്തകം എഴുതുന്നു. മാത്രമല്ല പൗലോസ് കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പുസ്തകം എഴുതുന്നു. ലൂക്കോസ് യാത്രയിലായിരിക്കുമ്പോഴാണ് പുസ്തകം എഴുതുന്നത്. യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിൽ കിടന്നുകൊണ്ട് വെളിപ്പാട് പുസ്തകം എഴുതുന്നു. മാത്രമല്ല മറ്റു ചിലർ മിലിറ്ററി ക്യാമ്പയിനിൽ തന്നെ ആയിരിക്കുമ്പോൾ, എന്തിന് മറ്റ് പലരും തടവിലും കഷ്ടതയിലും പ്രയാസത്തിലും ഒക്കെ ആയിരുന്നപ്പോൾ പുസ്തകങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഇരുന്നുകൊണ്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ടാണ് വേദപുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല യുദ്ധസമയത്ത് എഴുതപ്പെട്ട പുസ്തകങ്ങളുണ്ട്. നമുക്കറിയാം ദാവീദിന്റെ പല പുസ്തകങ്ങളും ദാവീദിനെ പറ്റി പറയുന്നത് യുദ്ധകാലങ്ങളിൽ സങ്കീർത്തനം എഴുതുമ്പോൾ പലതും യുദ്ധങ്ങളെ നേരിടുമ്പോഴാണ് താന് വേദപുസ്തകത്തിന്റെ അധ്യായങ്ങൾ എഴുതുന്നത്. ശലോമോൻ എഴുതുന്നത് സമാധാനമുള്ളപ്പോൾ. ശലോമോന്റെ കാലത്ത് യുദ്ധമില്ലാതെ സമാധാനമായിരിക്കുമ്പോഴാണ് ശലോമോൻ എഴുതുന്നത്. മാത്രമല്ല ചിലര് സന്തോഷത്തിന്റെ വളരെ സന്തോഷിച്ചിരിക്കുമ്പോൾ തിരുവചനം എഴുതുന്നു. ചിലര് ദുഃഖത്തിന്റെയും നിരാശയുടെയും താഴ്വരകളിൽ നിന്നുകൊണ്ട് വേദപുസ്തകം എഴുതുന്നു. മാത്രമല്ല വേദപുസ്തകം എഴുതുന്നത് 3 കോണ്ടിനെന്റ്സിൽ നിന്നാണ്, 3 ഭൂഖണ്ഡങ്ങളിൽ നിന്നാണ്. ആഫ്രിക്ക, ഏഷ്യ ആൻഡ് യൂറോപ്പ്. ഏഷ്യ, ആഫ്രിക്ക ആൻഡ് യൂറോപ്പ്, ഇങ്ങനെ 3 ഭൂഖണ്ഡങ്ങളിൽ നിന്നുകൊണ്ടാണ് വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല വേദപുസ്തകം എഴുതപ്പെട്ടിരിക്കുന്ന ഭാഷ 3 പ്രധാനപ്പെട്ട ഭാഷകൾ ഉൾപ്പെടുന്നു. പ്രധാനമായി നമുക്കറിയാം പഴയ നിയമം എഴുതപ്പെട്ടിരിക്കുന്നത് എബ്രായ ഭാഷയിലാണ്, ഹീബ്രു. മാത്രമല്ല യേശുതമ്പുരാന്റെ കാലത്ത്, പ്രത്യേകിച്ച് അലക്സാണ്ടർ ദ ഗ്രേറ്റ്, യേശുതമ്പുരാന്റെ കാലത്തിന് മുൻപ് തന്നെ അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ സമയം വരെ നിയർ ഈസ്റ്റിലെ കോമൺ ലാംഗ്വേജ് എന്ന് പറയുന്നത് അരാമായിക്കാണ്, അരാമ്യ ഭാഷയാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇവൻ യേശുതമ്പുരാന്റെ കാലത്ത് പോലും അരാമ്യ ഭാഷ ഉപയോഗിക്കപ്പെട്ടിരുന്നു. മൂന്നാമത്തെ ലാംഗ്വേജ് പുതിയ നിയമത്തിന്റെ ഭാഷയാണ്, അത് ഗ്രീക്കാണ്, ഗ്രീക്ക് ഭാഷ. അങ്ങനെയെങ്കിൽ ഈ 3 ഭാഷകൾ, ഗ്രീക്ക് ഭാഷയായിരുന്നു യേശുതമ്പുരാന്റെ കാലത്ത്. ഇവൻ ഹെലനൈസേഷൻ നടന്നപ്പോൾ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഗ്രീസ് സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ട ശക്തമായി കഴിഞ്ഞപ്പോൾ അലക്സാണ്ടറിന്റെ കാലത്ത് ഹെലനൈസേഷൻ അല്ലെങ്കിൽ ഗ്രീക്കിന്റെ ഇൻഫ്ലുവൻസ് രാജ്യം മുഴുവൻ വരുത്തുകയും ഗ്രീക്ക് ഒഫീഷ്യൽ ലാംഗ്വേജായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അതിനുശേഷം യേശുതമ്പുരാന്റെ കാലത്തും ഗ്രീക്ക് ആയിരുന്നു കോമൺ ലാംഗ്വേജ്, എല്ലാവർക്കും സംസാരിക്കാൻ പറ്റുന്ന ഒഫീഷ്യൽ ലാംഗ്വേജ് ഗ്രീക്ക് ആയിരുന്നു. മാത്രമല്ല ഇതിന്റെ സബ്ജക്ട് മാറ്റർ വേദപുസ്തകത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ പഠിച്ചാൽ പല കോൺട്രവേഴ്സ്യൽ സബ്ജക്ട്സ് ഇതിനകത്ത് ഡീൽ ചെയ്യുന്നുണ്ട്. ഒറ്റ സബ്ജക്റ്റ് അല്ല, പല വിഷയങ്ങൾ ഇത് പഠിച്ചു വന്നാൽ വിവാദപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കത്തക്ക നിലയിൽ ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് ഡീൽ ചെയ്യുന്നുണ്ട്. എന്തിനാ ഞാൻ ഇത്രയും പറഞ്ഞത് എന്ന് ചോദിച്ചാൽ നിങ്ങളെ ബോറടിപ്പിക്കാനായിട്ടല്ല. 1500 വർഷത്തെ ടൈമിനുള്ളിൽ എഴുതപ്പെട്ട ഈ പുസ്തകം, 40 തലമുറകൾ കൊണ്ട് എഴുതപ്പെട്ട ഈ പുസ്തകം, വ്യത്യസ്ത തുറമുഖങ്ങളിൽ ജീവിച്ചിരുന്ന 40 എഴുത്തുകാരാൽ എഴുതപ്പെട്ട ഈ പുസ്തകം, പല മൂഡുകൾ ആയിരുന്നപ്പോൾ, സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും ഒക്കെ മൂഡ്സിൽ എഴുതപ്പെട്ട ഈ പുസ്തകം,
പല സ്ഥലങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് എഴുതപ്പെട്ട ഈ പുസ്തകം, പല ഭാഷകളിൽ എഴുതപ്പെട്ട ഈ പുസ്തകം, വ്യത്യസ്തമായ അനേക വിഷയങ്ങൾ, വിവാദപരമായൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിന്തിക്കത്തക്ക വിഷയങ്ങൾ ഉള്ള ഈ പുസ്തകം, ഒരു കാര്യം ഓർത്തിരിക്കണം, ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ വിഷയം കൊണ്ട് ഇത് മൊത്തത്തിൽ ഇതിന്റെ തീമായിട്ട് വന്നിരിക്കുന്നു. അത് ഗാഡ്സ് റിഡംഷൻ ഓഫ് മാൻ ഇൻ ക്രൈസ്റ്റ് ജീസസ്. യേശു ക്രിസ്തുവിലുള്ള മനുഷ്യന്റെ വീണ്ടെടുപ്പ് എന്ന വിഷയമാണ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നാം പഠിച്ചാൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. എന്താണിത് കാണിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, 1500 വർഷം പോട്ട് ഒരു 50 വർഷത്തിനുള്ളിൽ എഴുതിയ 10 പുസ്തകങ്ങൾ എടുത്തിട്ട് അതിനെപ്പറ്റി നമ്മൾ പഠിച്ചാൽ ഒരിക്കലും ഈ 10 പുസ്തകങ്ങൾ ഓരോ തീമിനെ ഓരോ രീതിയിൽ വിശദീകരിക്കുന്നില്ല. 10 ഓതേഴ്സ് 10 വ്യത്യസ്തമായ ചിന്താഗതിയിലാണ് വിഷയങ്ങളെ ഡീൽ ചെയ്യുന്നത്. എന്തിന്? ഈവൻ എൻസൈക്ലോപീഡിയ എടുത്തു നോക്കിയാൽ പോലും, പല എൻസൈക്ലോപീഡിയ എടുത്താൽ ഓരോ വിഷയത്തെപ്പറ്റി പല അഭിപ്രായങ്ങളാണ്, പല ചിന്തകളാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കുക, ഒരിക്കൽ ഈ വേദപുസ്തകം പഠിച്ചു വന്നാൽ 1500 വർഷങ്ങൾ കൊണ്ട് എഴുതിയതാണെന്ന് ആർക്കും തന്നെ തോന്നുകയില്ല. 40 എഴുത്തുകാർ, 40 തലമുറയിൽ ഉൾപ്പെടുന്ന 40 എഴുത്തുകാരാണ് ഇത് എഴുതിയെന്ന് ആർക്കും തോന്നുകയില്ല. വായിച്ചാൽ തോന്നും ഒരാളിരുന്ന് ഇതിന്റെ ഓതേഴ്സിനെ മൊത്തത്തിൽ മാറ്റി നിർത്തി ഒരു സത്യാന്വേഷി ഈ പുസ്തകം വായിച്ചാൽ നമുക്ക് തോന്നും ഒരാളിരുന്ന് അവന്റെ കാലഘട്ടത്തിനുള്ളിൽ നിന്നുകൊണ്ട് മനുഷ്യന്റെ വീണ്ടെടുപ്പിനെ പറ്റി എഴുതുന്ന പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകമെന്ന് തോന്നിപ്പോകും. അത്രമാത്രം ഒരു പുസ്തകം മറ്റൊരു പുസ്തകത്തോട് കണക്ട് ചെയ്യപ്പെട്ട് ഇതിന്റെ തീമിനെ പ്രതിപാദിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. അത് തന്നെ ഇതിന്റെ നിസ്തുലതയെ വെളിപ്പെടുത്തുകയാണ്. കാരണം 1500 വർഷത്തിനുള്ളിൽ ഇത്രയും കാലഘട്ടങ്ങളിൽ എഴുതിയിട്ടും ഒറ്റ വിഷയം തന്നെ ഇതിൽ തുടരണമെങ്കിൽ അതിന്റെ അർത്ഥം ഇതിന്റെ പുറകിലുള്ളത് ഒരൊറ്റ എഴുത്തുകാരൻ തന്നെയാണ്. കാരണം ഒരേ എഴുത്തുകാരനെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞു, എത്ര പല ആളുകൾ 40 ഓതേഴ്സിന്റെ പുറകിലുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഇത് വെളിപ്പെടുത്തുന്നത് ഈ 40 ഓതേഴ്സിന്റെ മനസ്സിലും ഈ ഒരൊറ്റ ചിന്താഗതി കൊടുത്ത്, ഒരൊറ്റ തീം കൊടുത്ത് ഉദ്ദേശം നിവർത്തീകരിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചതെന്നുള്ളത് ഇതിന്റെ കണ്ടിന്യൂറ്റിയിലുള്ള പ്രത്യേകത കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ പുറകിലുള്ള എഴുത്തുകാർ മനുഷ്യരാണെങ്കിലും അവരെ ഉപയോഗിച്ചത് ഒറ്റ ആത്മാവാണ്, അത് പരിശുദ്ധാത്മാവാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. എന്തിന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ, ദ പാരഡൈസ് ലോസ്റ്റ്, നഷ്ടപ്പെട്ട പർദീസ ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങുന്നെങ്കിൽ വെളിപ്പാട് പുസ്തകം കൊണ്ട് അവസാനിപ്പിക്കുന്നത് ദ പാരഡൈസ് റീഗെയിൻഡ് ആണ്, തിരിച്ചു കിട്ടിയ പർദീസയാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നഷ്ടപ്പെട്ട പർദീസയെ പറ്റി തുടങ്ങി എഴുത്ത് മുന്നോട്ട് പോകുന്നെങ്കിൽ അത് റീഗെയിൻ ചെയ്യാനുള്ള വഴികളാണ് പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാ പുസ്തകം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വന്ന് വെളിപ്പാട് പുസ്തകം വരുമ്പോഴും മനുഷ്യനെ ഉപദേശിക്കുന്നത് ഈ നഷ്ടപ്പെട്ട പർദീസ എങ്ങനെ വീണ്ടെടുക്കാമെന്നാണ്. വെളിപ്പാട് പുസ്തകത്തിൽ എന്ത് ചെയ്യുന്നത്? നഷ്ടപ്പെട്ട പർദീസ തിരികെ ലഭിച്ചിരിക്കുന്ന സന്തോഷം കണ്ടാണ് വെളിപ്പാട് പുസ്തകം അവസാനിപ്പിക്കുന്നത്. മാത്രമല്ല, എന്റെ വൃക്ഷത്തിലേക്കുള്ള ഗേറ്റ്, വാതിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ അടഞ്ഞിരിക്കുന്നുവെങ്കിൽ വെളിപ്പാട് പുസ്തകം വരുമ്പോൾ ജീവന്റെ പുസ്തകത്തിലേക്കുള്ള വാതിൽ തുറക്കപ്പെട്ടതായിട്ടാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഇനി ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കൂടെ മനുഷ്യൻ പറിച്ചു തിന്നുമോ, അതുകൊണ്ട് ആ ഗേറ്റ് ക്ലോസ് ചെയ്യുകയാണ്. അവിടെ ക്ലോസ് ചെയ്ത ജീവവൃക്ഷത്തിന്റെ ഗേറ്റ്, വാതിൽ വെളിപ്പാട് പുസ്തകത്തിൽ തുറക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. F.F. ബ്രൂസ് എന്ന് പറയുന്ന പുതിയ നിയമ പണ്ഡിതൻ, ന്യൂ ടെസ്റ്റ്മെന്റ് സ്കോളർ, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എനി പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡി ക്യാൻ ഓൺലി ബി പ്രോപ്പർലി എക്സ്പ്ലെയിൻ ഇൻ റെഫറൻസ് ടു ദ ഹോൾ ബോഡി. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തെ വ്യക്തമായിട്ട് വിവരിക്കണമെങ്കിൽ അത് ശരീരത്തെ മൊത്തത്തിൽ ചിന്തിച്ചുകൊണ്ട് മാത്രമേ ഓരോ അവയവത്തെയും വിവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ എനി പാർട്ട് ഓഫ് ദ ബൈബിൾ ക്യാൻ ഓൺലി ബി പ്രോപ്പർലി എക്സ്പ്ലെയിൻഡ് ഇൻ റെഫറൻസ് ടു ദി ഹോൾ ബൈബിൾ. വേദപുസ്തകത്തിലെ ഏതെങ്കിലും ഭാഗം വ്യക്തമായി വിവരിക്കണമെങ്കിൽ, അതിന്റെ ആഴത്തിലേക്ക് അർത്ഥം മനസ്സിലാക്കി പോകണമെങ്കിൽ വേദപുസ്തകത്തിന്റെ മൊത്തം എടുത്തുകൊണ്ട് മാത്രമേ ഒരു ഭാഗത്തെ വിവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ തന്നെ അതിന്റെ ലിങ്ക് നമുക്ക് മനസ്സിലാക്കും.
അതുകൊണ്ടാണ് വേദപുസ്തകത്തിലെ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് എടുക്കുമ്പോഴും ദൈവദാസന്മാർ ഉൽപ്പത്തി പുസ്തകം വായിക്കാമെന്ന് പറയുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം എടുക്കുമ്പോഴും പറയും പുറപ്പാട് പുസ്തകത്തിന്റെ ഇന്ന അധ്യായം വായിച്ചാട്ടെന്ന്. എഫെസ്യ ലേഖനത്തിന്റെ 4-ാം അധ്യായം വായിക്കുമ്പോൾ പറയും ലേവ്യ പുസ്തകത്തിൽ നിന്ന് വായിച്ചാട്ടെന്ന്. കാരണം എന്താണെന്നറിയാമോ? ഇതിന് ഒരു പുസ്തകത്തിന്റെ ഒരു ഭാഗം വിവരിക്കണമെങ്കിൽ ഈ വേദപുസ്തകത്തിൽ മൊത്തത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു ഭാഗം വിവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിന്റെ വിവിധ അവയവങ്ങൾ മനുഷ്യ ശരീരത്തിൽ ഒന്നിനോടൊന്ന് ചേർന്ന് പ്രവർത്തിക്കുന്നത് പോലെയാണ് 1500 വർഷങ്ങൾ കൊണ്ട് എഴുതപ്പെട്ട വേദപുസ്തകം ഒന്നിനോടൊന്ന് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് വേദപുസ്തകത്തിന്റെ നിസ്തുലത അവിടെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. ഞാൻ ഇനി പെട്ടെന്ന് മുന്നോട്ട് പോയി അടുത്ത ഭാഗത്തേക്ക് കയറട്ടെ. ഇറ്റ്സ് യുണീക്ക് ഇൻ ഇറ്റ്സ് സർക്കുലേഷൻ. ഇതിന്റെ സർക്കുലേഷന് തുറന്നു പറഞ്ഞാൽ വേദപുസ്തകം സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പോലെ ലോകത്തിൽ ഒരൊറ്റ പുസ്തകവും സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. വേദപുസ്തകം ലോകത്തിൽ എല്ലായിടവും വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് പോലെ ഒരിടവും ഇത് വിതരണം ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. 1966 ഒരു കണക്ക് അനുസരിച്ച് 8,73,98,961 കോപ്പിയാണ് ബൈബിളിന്റെ തന്നെ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിന് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ വേണ്ടി ഞാൻ നോക്കിയിട്ട് എനിക്ക് ലഭിച്ചില്ല. 1966 കണക്ക് മാത്രമാണ് ഈ പറയുന്നത്. 1966 8,73,98,961 കോപ്പികളാണ് വേദപുസ്തകത്തിൻ്റെത് ലോകമെമ്പാടും സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിനെപ്പറ്റി പറയുന്നത് നോ അതർ ബുക്ക് has known anything approaching this constant circulation. വേറെ ലോകത്തിൽ ഒരു പുസ്തകവും ഇത്രയും വിതരണം ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല ഈ സംഖ്യയുടെ അടുത്ത് പോലും 1966 എത്തിപ്പെട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ വേദപുസ്തകം ഇത്രമാത്രം സർക്കുലേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അതിന്റെ അർത്ഥം അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടന്റിന് അത്രമാത്രം മനുഷ്യഹൃദയങ്ങളിൽ പ്രവർത്തിക്കത്തക്ക ശക്തിയുണ്ട് എന്നാണ് വേദപുസ്തകം കാണിക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇവിടെ എത്രയോ പുസ്തകങ്ങൾ എഴുതപ്പെടുന്നു. നമുക്ക് വായിക്കണമെങ്കിൽ നമ്മൾ ചില പുസ്തകങ്ങൾ എടുത്തു വെച്ച് അതിന്റെ ആദ്യം നോക്കിയിട്ട് മാറ്റിവെക്കാറുണ്ട്. ചില പുസ്തകങ്ങൾ എടുത്തിട്ട് ഞാൻ പറയാം, വേദപുസ്തകത്തിന്റെ കണ്ടന്റ് തന്നെ നമ്മൾ പഠിച്ചു നോക്കിയേ സാധാരണ നോവൽസ് വായിക്കുന്നത് കാണാൻ സാധിക്കും, ജീവചരിത്രങ്ങൾ വായിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മളെല്ലാവരും അങ്ങനെ വായിക്കാറുണ്ട്. ഇങ്ങനെ നോവൽസ് വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുന്ന നോവൽ വായിച്ചു കഴിഞ്ഞ് 1-2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ വായിക്കാൻ അതിന് ബോറിംഗ് ആണ്. മാത്രമല്ല ലോകത്തിലെ ഏറ്റവും നല്ല പുസ്തകമെന്ന് പറയുന്ന നല്ല പുസ്തകങ്ങൾ എടുത്തു വെച്ച് വായിച്ചാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് വായിക്കാൻ തുടങ്ങി. ആദ്യത്തെ പ്രാവശ്യം വായിച്ചു അന്നേരം തോന്നി ഒന്നുകൂടെ വായിക്കണമെന്ന്. ഒന്നുകൂടെ വായിച്ചു. 3ാമത് ഒരു പ്രാവശ്യം മറ്റൊരാൾ ദാണ്ട് ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടെന്ന് പറയും, അത് ഞാൻ 2 പ്രാവശ്യം വായിച്ചത് മാറ്റിവെക്കാൻ പറയും. കാരണം വളരെ താല്പര്യമുള്ള പുസ്തകങ്ങളും 1, 2, 3 അല്ല 10 പ്രാവശ്യം കൂടുതൽ സാധാരണ ഇവിടെ എഴുതപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുന്നത് ചുരുക്കമാണ്. എന്നാൽ വേദപുസ്തകം, ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, വേദപുസ്തകത്തിന്റെ ഒരു ഭാഗം തന്നെ എത്ര പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുണ്ട്? ഇതുവരെ ബോറിംഗ് തോന്നിയിട്ടുണ്ടോ? ഇതുവരെ ക്ഷീണം തോന്നിയിട്ടുണ്ടോ? ഈ പുസ്തകം ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ടുണ്ടോ? അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇത് താല്പര്യമല്ല വേദപുസ്തകത്തിൽ കാണുന്നത്, ഇതിനകത്ത് നമ്മെ പുതുക്കാനുള്ള ശക്തിയാണ് അതിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വായിക്കാനുള്ള പ്രേരണ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്നത്. പല പുസ്തകങ്ങളും വായിച്ചാൽ, നോവൽസോ മറ്റ് ഡ്രാമയോ പഠിക്കാനുള്ള പുസ്തകങ്ങളോ തിയോളജിക്കൽ ബുക്സോ ഏത് പുസ്തകങ്ങൾ വായിച്ചാലും 2, 3, 4 പ്രാവശ്യം മാറ്റിവെക്കുന്നത് അത്രയും വായിക്കുന്നത് താല്പര്യം കൊണ്ടാണ്. എന്നാൽ വേദപുസ്തകം വായിക്കുന്നത് താല്പര്യം കൊണ്ടല്ല. ഇത് വായിക്കുന്ന ഓരോ മനുഷ്യനിലും രൂപാന്തരം വരുത്താനുള്ള ട്രാൻസ്ഫോമിംഗ് പവർ വേദപുസ്തകത്തിന് ഉണ്ടായതുകൊണ്ടാണ് വീണ്ടും 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 ഇത് ദൈവജനം, ലോകത്തിലുള്ള ആളുകൾ വായിച്ചുകൊണ്ടേയിരിക്കുന്നത്. അറിയാം, ഈ വേദപുസ്തകം വായിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തടത്ത് പോലും ആളുകൾ ഒളിച്ചുവെച്ച് വേദപുസ്തകം വായിക്കുന്നുണ്ട്. എന്നാൽ ഒരു നോവൽ അങ്ങനെ വായിക്കുമോ? വായിക്കുകയില്ല. സ്വാതന്ത്ര്യമില്ല. ഈ നോവൽ ഇവിടെ ബാൻ ചെയ്തിരിക്കുന്നു, വായിക്കാൻ പാടില്ല, പിടിച്ചാൽ പോലീസ് സ്റ്റേഷനിലാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒളിച്ചും പാത്തും ഒരു പേജ് വല്ലതും വായിച്ചിട്ട് പേടി കൊണ്ട് മാറ്റിവെക്കും. എന്നാൽ വേദപുസ്തകത്തിന്റെ പ്രത്യേകത അതല്ല. എയർപോർട്ടില്
ഇത് വലിച്ചെറിയുമെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിലും ഒരു വേദപുസ്തകം സൂട്ട് കേസിന്റെ ബ്രീഫ് കേസിന്റെ ഏറ്റവും അടിക്ക് തിരികെ കയറ്റി വയ്ക്കുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവിടെ പോകുന്നെങ്കിൽ പൊക്കോട്ട്, പക്ഷേങ്കിൽ കിട്ടിയാൽ എന്റെ ജീവിതത്തെ ചൈതന്യം പകരത്തക്ക നിലയിൽ ജീവനുള്ള വേദപുസ്തകമാണ് ഞാൻ കൊണ്ടുപോകുന്നതെന്ന ബോധ്യത്തോടുകൂടിയാണ്. അതുകൊണ്ട് ഇതിന്റെ ലൈഫ് ഗിവിംഗ് പവർ തന്നെ, ആ ശക്തി തന്നെ ഇതിന്റെ വേദപുസ്തകത്തിന്റെ മാത്രം പ്രത്യേകതയാണ് എന്ന് ഈ രാത്രി ധൈര്യത്തോടെ പറയുവാനായിട്ട് ഞാൻ സാധിക്കുകയാണ്. നിശ്ചയമായിട്ടും ഈ സർക്കുലേഷൻ മാത്രമല്ല, ഇതിന്റെ ട്രാൻസ്ലേഷൻ ഇത്രമാത്രം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകം വേറെയില്ല. ലോകത്തിൽ ഇത്രമാത്രം ട്രാൻസ്ലേഷൻ നടന്നിട്ടുള്ള പുസ്തകം വേറെയില്ല. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകമാണ് മേജർ ബുക്സിൽ ആദ്യമായി പരിഭാഷ ചെയ്യപ്പെട്ട പുസ്തകം. വേദപുസ്തകമാണ് മേജർ ബുക്സിൽ ആദ്യമായി പരിഭാഷ ചെയ്യപ്പെട്ട പുസ്തകം. ഏതാണെന്ന് അറിയാമോ? സെപ്റ്റുവജന്റ്, അല്ലെങ്കിൽ പഴയ നിയമ പുസ്തകത്തിന്റെ ഗ്രീക്ക് പരിഭാഷ. ടോളമീസിന്റെ കാലത്ത് ഗ്രീക്ക് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിരിക്കുമ്പോൾ യഹൂദന്മാരുടെ പുസ്തകം, എബ്രായ ഭാഷയിൽ എഴുതപ്പെട്ട പുസ്തകം, ഗ്രീക്ക് ഭാഷ അറിയാവുന്നവർക്കും ഇത് വായിക്കപ്പെടണമെന്ന നിർബന്ധം കൊണ്ട് ടോളമീസിന്റെ കൽപ്പന പ്രകാരം 70 പേർ അടങ്ങുന്ന സ്കോളേഴ്സ്, പണ്ഡിതന്മാർ ഇരുന്ന് എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്ക് ഭാഷയിലേക്ക് വേദപുസ്തകം പരിഭാഷപ്പെടുത്തി. എന്നാണെന്നറിയാമോ? ഇപ്പോഴൊന്നുമല്ല, BC 250, അറൌണ്ട് BC 250 BCയിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മേജർ ബുക്സിൽ മറ്റൊരു ഭാഷയിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ട ഏക പുസ്തകം വേദപുസ്തകമാണ്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക ഇങ്ങനെയാണ് പറയുന്നത്: 1966 ഞാൻ പറഞ്ഞല്ലോ, അതുവരെയുള്ള കണക്കാണ് എനിക്ക്. അത് കഴിഞ്ഞിട്ട് കിട്ടിയിരുന്നെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. പക്ഷേ അത് ഞാൻ ഇതിനകത്തൊന്ന് ട്രൈ ചെയ്തനൊക്കെ 1-2 ദിവസം കൊണ്ട് നിശ്ചയമായിട്ടും അന്വേഷിച്ചാൽ കിട്ടും. 1-2 ദിവസത്തിനുള്ളിൽ ട്രൈ ചെയ്തനൊക്കെ അവിടുത്തെ കണക്കാണ് കിട്ടിയത്. ആ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പറയുന്നത്, ബൈ 1966 ബൈബിളിന്റെ പൂർണ്ണ രൂപത്തിൽ 240 ഭാഷകളിൽ പരിഭാഷ ചെയ്തിട്ടുണ്ടെന്നാണ്. 1966 240 ഭാഷകളിൽ വേദപുസ്തകത്തിന്റെ പൂർണ്ണ രൂപത്തിൽ 66 പുസ്തകങ്ങൾ അടങ്ങുന്ന വേദപുസ്തകം പരിഭാഷ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, പല ലാംഗ്വേജസിലും പല ഡയലക്ട്സിലും ഈ പുസ്തകം പരിഭാഷ ചെയ്യപ്പെട്ടിരിക്കുന്നുണ്ട്. വേദപുസ്തകത്തിന്റെ ഒരു പുസ്തകമോ അല്ലെങ്കിൽ പാർഷ്യലായിട്ട് ഹോൾ ബൈബിൾ അല്ലാതെ 1966 ആയപ്പോഴേക്കും 739 ഭാഷകളിൽ പരിഭാഷ ചെയ്യപ്പെട്ടു. 739 ഭാഷകളിൽ. അങ്ങനെയെങ്കിൽ മൊത്തത്തിൽ പറഞ്ഞാൽ വേദപുസ്തകത്തിന്റെ ഒരു പേജെങ്കിലും പരിഭാഷ ചെയ്യപ്പെട്ട നിലയിൽ കണക്കുകൾ എടുത്താൽ 1966 ആയപ്പോഴേക്കും ടോട്ടൽ പബ്ലിക്കേഷൻ 1280 ലാംഗ്വേജസിലായി. 1280 ലാംഗ്വേജസ്. 1280 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട് എത്ര ലാംഗ്വേജസ്? റീസെന്റ് കണക്കനുസരിച്ച് 1635 ഭാഷകൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നു. ഹോൾ വേൾഡ് അല്ലേ, ഇന്ത്യയിൽ തന്നെ. ഓരോ എത്നിക് ഗ്രൂപ്പിന്റെ ഭാഷകൾ എടുത്താൽ 1635 ഭാഷകൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. 1966 1280 ലാംഗ്വേജസിലായിട്ട് വേദപുസ്തകം പരിഭാഷ ചെയ്യപ്പെട്ടു. ഒന്ന് ഓർക്കണം, വേദപുസ്തകത്തിന്റെ പരിഭാഷ ഇന്നത്തെ ആധുനിക രീതിയിൽ തുടക്കമിടുന്ന വർഷങ്ങളെ 1966 ആയിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ സമയത്ത് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ കഴിഞ്ഞ 40 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 30-ൽ പരം വർഷത്തിനുള്ളിൽ നടന്ന ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, ആധുനികമായ നിലയിൽ ഉള്ള പരിഭാഷ എന്ന് പറയുന്നത്, അതിനുവേണ്ടി കമ്മിറ്റഡായ ആളുകൾ എന്ന് പറയുന്നത് ഇതിലധികമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിന്റെ ഡബിളോ അതിലധികമോ ഭാഷകളിൽ വേദപുസ്തകം പരിഭാഷ ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് പരിഭാഷ ചെയ്യപ്പെടുന്നത്? ആ പരിഭാഷ ചെയ്യപ്പെടുന്നത് അത് വായിക്കാൻ ആളുകൾ ഉള്ളതുകൊണ്ടാണ്, അതിന് റിസപ്ഷൻ ഉള്ളതുകൊണ്ടാണ്. വേദപുസ്തകം
റിസപ്ഷൻ, വേദപുസ്തകം കേട്ട് അല്ലെങ്കിൽ ദൈവവചനം കേട്ട് പഠിക്കാനുള്ള റിസപ്ഷൻ ആളുകളിൽ ഉള്ളതുകൊണ്ടാണ് വേദപുസ്തകം ഓരോ ഭാഷയിലേക്കും പരിഭാഷ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമായി മനസ്സിലാക്കണം, ഈ ലോകത്തിൽ ഈ പരിഭാഷ നമ്മെ കാണിക്കുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകം വിശുദ്ധ തിരുവചനമാണ്, വേദപുസ്തകമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഭാഷകളിൽ വേദപുസ്തകം പരിഭാഷ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാവുന്ന കാര്യമാണ്, ഇറ്റ്സ് വെരി യുണീക്ക് ഇൻ ഇറ്റ് സർവൈവൽ. വേദപുസ്തകത്തിന്റെ സർവൈവലിൽ ഇത് വളരെ യുണീക്കാണ്. ഒരു പ്രസ്ഥാനത്തെ പോലെയാണ് വേദപുസ്തകം സർവൈവ് ചെയ്തത്. ജീവനുള്ള ഒരു മനുഷ്യനെ പോലെയാണ് വേദപുസ്തകം സർവൈവ് ചെയ്തത്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇറ്റ്സ് വെരി യുണീക്ക് എന്ന കാര്യമാണ്, ഇറ്റ്സ് വെരി യുണീക്ക് ഇൻ ഇറ്റ് സർവൈവൽ. വേദപുസ്തകത്തിന്റെ സർവൈവലിൽ ഇത് വളരെ യുണീക്കാണ്. ഒരു പ്രസ്ഥാനത്തെ പോലെയാണ് വേദപുസ്തകം സർവൈവ് ചെയ്തത്. ജീവനുള്ള ഒരു മനുഷ്യനെ പോലെയാണ് വേദപുസ്തകം സർവൈവ് ചെയ്തത്. കാരണം എന്തെന്നറിയാമോ? ഈ വേദപുസ്തകത്തെ നശിപ്പിക്കുവാൻ, വേദപുസ്തകത്തിനെതിരെ ഒരുപാട് ആളുകൾ ചരിത്രത്തിൽ എഴുന്നേറ്റിട്ടുണ്ട്. മാത്രമല്ല, വേദപുസ്തകത്തിന്റെ കോപ്പികൾ ധാരാളമായി പബ്ലിഷ് ചെയ്യപ്പെടുന്നതിന് മുൻപ് തന്നെ വേദപുസ്തകം കംപ്ലീറ്റ് നശിപ്പിക്കുവാൻ രാജകൽപ്പന പുറപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വേദപുസ്തകത്തിന്റെ എല്ലാ മാനുസ്ക്രിപ്റ്റ്സും, കൈയെഴുത്ത് പ്രതികളും, വേദപുസ്തകം ഉൾപ്പെടെ സകലതും നശിപ്പിക്കണമെന്ന് കൽപ്പന പുറപ്പെട്ടിട്ടുള്ള സമയത്തും വേദപുസ്തകം നശിപ്പിക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല. ഇത് നശിപ്പിക്കുവാൻ എത്രമാത്രം കൽപ്പനകൾ പുറപ്പെട്ടിട്ടുണ്ടോ അത്രമാത്രം വേദപുസ്തകത്തിന്റെ പ്രസിദ്ധീകരണം വളർന്നിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വേദപുസ്തകത്തിന്റെ സർവൈവൽ കാണിക്കുന്നത് ഇത് പ്രത്യേകതയുള്ള പുസ്തകമെന്നാണ്. വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ വേദപുസ്തകം എഴുതപ്പെട്ടത് പാപ്പറസിലാണ്. പ്രാരംഭത്തിൽ തന്നെ പാപ്പറസ് ആണല്ലോ, ഇത് നശിച്ചു പോകുന്ന മെറ്റീരിയൽസിലാണ് വേദപുസ്തകത്തിന്റെ ആദ്യത്തെ എഴുത്തുകൾ നടന്നത്. എന്നാൽ ഈ നശിച്ചു പോകുന്ന മെറ്റീരിയലിൽ കോപ്പി ചെയ്യപ്പെട്ട, റീകോപ്പി ചെയ്യപ്പെട്ട ഈ മാനുസ്ക്രിപ്റ്റ്സ് നിശ്ചയമായിട്ടും വേദപുസ്തകത്തിലെ ദ്രവത്വമുള്ള ഈ മാനുസ്ക്രിപ്റ്റ്സിൽ ഈ സാധനങ്ങൾ ഉപയോഗിച്ച് എഴുതപ്പെട്ട കയ്യെഴുത്ത് പ്രതികൾ നഷ്ടപ്പെട്ടു പോകാതെ ഇന്നും സൂക്ഷിക്കപ്പെടത്തക്ക നിലയിൽ ഈ മാനുസ്ക്രിപ്റ്റ്സ് കണ്ടുവച്ചിരിക്കുന്നത്, സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് തന്നെ വേദപുസ്തകത്തിന്റെ പ്രത്യേകതയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മാനുസ്ക്രിപ്റ്റ്സിനെ പറ്റി കൂടുതൽ വിശദീകരണം ഇതിന്റെ ആധികാരികത വെളിപ്പെടുത്തുമ്പോൾ പറയുവാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, വേദപുസ്തകം മറ്റ് ഏൻഷ്യൻ റൈറ്റിംഗ്സും വെച്ച് കമ്പയർ ചെയ്താൽ, മറ്റ് എഴുത്തുകൾ വെച്ച് കമ്പയർ ചെയ്താൽ വേദപുസ്തകത്തിനാണ് ഏറ്റവും കൂടുതൽ കൈ എഴുത്ത് പ്രതികളുടെ തെളിവുകൾ ഇപ്പോഴും ഉള്ളത്. മറ്റെല്ലാ റൈറ്റിംഗ്സിനേക്കാൾ കൂടുതൽ ഇതിന് ഒറിജിനൽ കൈയെഴുത്ത് പ്രതികളുടെ തെളിവുകൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒറ്റ പുസ്തകം വേദപുസ്തകമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഇത് വളരെ പീഡനത്തിലൂടെ കടന്നുപോയി. നമുക്കറിയാം, പല ഫണ്ടമെന്റലിസ്റ്റ് റോമൻ എംപറേഴ്സിന്റെ കാലം തുടങ്ങി, ചക്രവർത്തിമാരുടെ കാലം തുടങ്ങി ഇന്നും വരെ തീവ്രവാദികളുടെ, പലതരത്തിലുള്ള തീവ്രവാദികൾ, മത തീവ്രവാദികൾ, അല്ല ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ, ഇവരുടെയൊക്കെ ഒപ്പോസിഷനെ അഭിമുഖീകരിച്ച പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. നമുക്കറിയാവുന്ന നോട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് നിരീശ്വരവാദിയെ പറ്റി കേൾക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാരാം? ഓൾട്ടേറിനെ പറ്റി കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഓൾട്ടേർ 1778 മരിക്കുമ്പോൾ ഓൾട്ടേർ പറഞ്ഞ വാചകം ശ്രദ്ധിക്കണം. ഓൾട്ടേർ പറഞ്ഞത്, in 100 years from his time, Christianity would be swept from existence and passed into history. ക്രിസ്ത്യാനിറ്റി തന്റെ മരണം 1778 താൻ മരിക്കുന്നത്. എന്നാൽ തന്റെ ജീവിതകാലത്ത് താൻ ഇങ്ങനെ പറഞ്ഞു, തന്റെ സമയം തൊട്ട് 100 വർഷത്തിനുള്ളിൽ, അങ്ങനെയെങ്കിൽ ഏകദേശം 1800 പകുതിയാകുമ്പോൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ഉണ്ടായിരിക്കില്ല. അവരുടെ വേദപുസ്തകം എന്നേക്കുമായി നശിച്ചു പോകും. അത് ഏതെങ്കിലും മ്യൂസിയത്തിൽ മാത്രമേ ഈ വേദപുസ്തകം കാണുകയുള്ളൂ എന്ന ഓൾട്ടേർ പറഞ്ഞത്. ഏതെങ്കിലും മ്യൂസിയത്തിൽ ചെല്ലണം, 100 വർഷത്തിന് ശേഷം വിശുദ്ധ വേദപുസ്തകം എന്ന് പറഞ്ഞ് ആരെങ്കിലും കാണണമെങ്കിൽ ഏതെങ്കിലും മ്യൂസിയത്തിൽ ചെല്ലണമെന്നാണ്. എന്നാൽ നിങ്ങൾക്കറിയണമോ,
only 50 years after his death, the Geneva Bible Society, 50 വർഷത്തിന് ശേഷം, അവന്റെ മരണത്തിന് 50 വർഷത്തിന് ശേഷം ജനീവ ബൈബിൾ സൊസൈറ്റി അവന്റെ വീടും അവന്റെ പ്രസ്സും വിലയ്ക്ക് വാങ്ങി അവിടെ നിന്ന് വേദപുസ്തകത്തിന്റെ 1000കണക്കിന് കോപ്പികൾ പുറത്തിറക്കാനായിട്ട് തുടങ്ങി. വോൾട്ടയർ പറഞ്ഞ 100 വർഷം കഴിയുമ്പോ ക്രിസ്ത്യാനിറ്റിയും അവരുടെ വിശുദ്ധ വേദപുസ്തകവും ചരിത്രത്തിലേക്ക് മാറുമെന്നാണ്. വേദപുസ്തകം കാണണമെങ്കിൽ മ്യൂസിയത്തിൽ പോകണമെന്നാണ്. എന്നാൽ വേദപുസ്തകത്തിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാകുകയാണ്, സർവശക്തനായ ദൈവത്തിന്റെ വെളിപ്പാടാകുകയാണ്. ഈ പുസ്തകം വോൾട്ടയറുടെ വാക്കുകൾക്ക് കീഴടങ്ങിയല്ലായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ തന്നെ ഈ പറഞ്ഞവന്റെ വീട്ടിൽ നിന്ന് കോപ്പികൾ പുറത്തിറങ്ങത്തക്ക നിലയിൽ, ലോകം മുഴുവൻ വേദപുസ്തകം വായിക്കത്തക്ക നിലയിൽ, വേദപുസ്തകം പ്രിന്റ് ചെയ്തിറക്കത്തക്ക നിലയിൽ വേദപുസ്തകം ആ വെല്ലുവിളിയെ സർവൈവ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇത് അതിന്റെ പ്രത്യേകതയാണ്. എന്നാൽ ഇതിന് ഒത്തിരി 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 വർഷങ്ങൾക്ക് മുൻപേ 1778 വോൾട്ടയർ ഇത് പറഞ്ഞത്. 303 വർഷം AD 303 ഡയക്ലീഷ്യൻ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അദ്ദേഹം കൽപ്പന പുറപ്പെടുവിച്ചത് ഇങ്ങനെയാണ്: ടു സ്റ്റോപ്പ് ക്രിസ്ത്യൻസ് ഫ്രം വർഷിപ്പിംഗ് ആൻഡ് ടു ഡിസ്ട്രോയ് ദെയർ സ്ക്രിപ്ചർ. ക്രിസ്ത്യാനികൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലാതെയാക്കുക. അവർ ദൈവത്തെ ആരാധിക്കാനായിട്ട് പാടില്ല. മാത്രമല്ല, അവരുടെ സ്ക്രിപ്ചറിനെ, അവരുപയോഗിക്കുന്ന വിശുദ്ധ തിരുവെഴുത്തിനെ നശിപ്പിക്കണം എന്ന് ഡയക്ലീഷ്യൻ ചക്രവർത്തി ഓർഡർ പുറപ്പെടുവിച്ചു. എന്നാൽ എന്താ സംഭവിച്ചെന്നറിയാമോ? മറിച്ച് 25 വർഷം ഈ ഓർഡർ ഡയക്ലീഷ്യൻ പുറപ്പെടുവിച്ച് 25 വർഷം കഴിഞ്ഞപ്പോൾ ഡയക്ലീഷ്യന്റെ പിൻഗാമിയായ കോൺസ്റ്റന്റൈൻ കുസ്തന്തീനോസ് എന്ന് പറയുന്ന ചക്രവർത്തി പറഞ്ഞു, ഗവൺമെന്റ് ചെലവിൽ വേദപുസ്തകം പ്രിന്റ് ചെയ്ത് ക്രിസ്ത്യാനികൾക്ക് കൊടുക്കാനായിട്ട്. അന്നത്തെ ഡയക്ലീഷ്യൻ പറഞ്ഞത് 303 പറഞ്ഞത് വേദപുസ്തകം നശിപ്പിക്കാൻ പറഞ്ഞപ്പോൾ വെറും 25 വർഷങ്ങൾ കഴിഞ്ഞ് തന്റെ പിൻഗാമിയായ കുസ്തന്തീനോസ് ചക്രവർത്തി പറഞ്ഞു, ഗവൺമെന്റിന്റെ ചിലവിൽ വേദപുസ്തകം പ്രിന്റ് ചെയ്ത് അതിന്റെ കോപ്പീസ് ക്രിസ്ത്യാനികൾക്ക് കൊടുക്കാൻ ചക്രവർത്തി കൽപ്പന എഡിക്ട് പുറപ്പെടുവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. എന്താണ് ഞാൻ ഈ പറഞ്ഞത്? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വേദപുസ്തകത്തിന്റെ നിസ്തുലതയെ തെളിയിക്കുന്നുണ്ടെങ്കിലും നിശ്ചയമായും ഇത്രയും വന്നതുകൊണ്ട് വേദപുസ്തകം ദൈവത്തിന്റെ അല്ലെങ്കിൽ ആധികാരികത അതിന്റെ പൂർണ്ണതയിൽ തെളിയിക്കുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ നിശ്ചയമായിട്ടും ബുദ്ധിമാനായ ഒരു മനുഷ്യൻ ലോകത്തിലെ പുസ്തകങ്ങൾ നിരത്തിവെച്ച്, പ്രത്യേകിച്ച് തന്റെ ഭക്തിക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾ നിരത്തിവെക്കുമ്പോൾ, ഇത്രയും പ്രത്യേകതകളുള്ള പുസ്തകം വേറെ ഒരു പുസ്തകവും ഇല്ലാതിരിക്കെ ബുദ്ധിയുള്ളവൻ ഈ പുസ്തകമല്ലാതെ മറ്റൊരു പുസ്തകം തന്റെ ഭക്തിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുകയില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവമായ കാര്യം. അത് അവന്റെ ബുദ്ധിയെ, ദൈവം കൊടുത്ത ബുദ്ധിയെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. ഇനിയും ഈ ക്ലാസുകൾ അവസാനിപ്പിക്കുന്നതിന് മുൻപേ, ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുൻപേ, ഇതിന്റെ കാനനൈസേഷനെ പറ്റി, ആധികാരികതയിലേക്ക് വരുന്നതിന് മുൻപേ അതിന്റെ കാനനൈസേഷനെ പറ്റി, കാനനൈസേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്. കാനൻ എന്ന വാക്കിന്റെ അർത്ഥം റീഡ് എന്നാണ്. റീഡ് എന്ന് പറഞ്ഞാൽ, ഒരു വിധത്തിൽ പറഞ്ഞാൽ, റീഡ് എന്തിനാ ഉപയോഗിച്ചെന്നറിയാമോ? റീഡ് എന്ന് പറയുമ്പം ഈറകൾ അല്ലെങ്കിൽ ഈറ അല്ലെ, അതിന്റെ കോല് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന മുളയുടെ അല്ലെങ്കിൽ ഈറയുടെ കോലിനെയാണ് ഈ കാനൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മെഷറിംഗ് റോഡ്, അളവ് കോൽ എന്നാണ് കാനോൻ എന്ന വാക്കിന്റെ അർത്ഥം. കാനോൻ എന്ന വാക്കിന്റെ അർത്ഥം അളവ് കോൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, സ്വന്തം കാനോൻ അനുസരിച്ചാവും പോകുന്നത്. ചിലർ പറയുമ്പോൾ പറയും, അത് അവന്റെ കാനോൻ എന്ന് പറഞ്ഞാൽ അവന്റെ സിദ്ധാന്തം, അവന്റെ ജീവിതത്തിന്റെ പ്രത്യേകത, അവന്റെ അളവുകോൽ എന്നാണ് അതിന്റെ അർത്ഥം. കാനോൻ എന്ന വാക്കിന്റെ ഇവിടുത്തെ അർത്ഥം വേദപുസ്തകം സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാനോൻ എന്ന വാക്കിന്റെ അർത്ഥം ദ റൂൾ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ റൂൾ, അല്ലെങ്കിൽ an officially accepted list of books. ക്രിസ്ത്യാനികൾ അംഗീകരിക്കപ്പെടുന്ന ഒഫീഷ്യലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ബുക്കുകളുടെ ലിസ്റ്റിനെയാണ് എന്ത് പറയുന്നത്? കാനോൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങളെല്ലാവരും എന്റെ കൂടെ ശ്രദ്ധയോടുകൂടെ വരണം. എത്രമാത്രം ഇത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എനിക്കറിയയില്ല, എത്രമാത്രം മറ്റുള്ള വിഷയങ്ങൾ പഠിക്കുന്ന പോലെ താല്പര്യത്തോടെ നിങ്ങൾ ഇരിക്കുന്നു എന്നും എനിക്കറിയയില്ല. ആരും ഉറങ്ങുന്നില്ലെങ്കിൽ ദൈവത്തെ ശ്രദ്ധിച്ചാട്ട് ഉറങ്ങുന്നില്ലെന്ന അർത്ഥം. സ്തോത്രം. എല്ലാവരും സന്തോഷത്തോടുകൂടെ സ്മൈലിംഗ് ഫേസോടുകൂടെ ഇരിക്കുന്നത് കൊണ്ട് ആ നിലയിൽ ഈ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വേദപുസ്തകത്തിൽ ദൈവത്താൽ എഴുതപ്പെട്ട അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം
എന്ന് പറയത്തക്ക നിലയിൽ ആദ്യമേ ദൈവം തമ്പുരാൻ തന്നെ തന്റെ കരങ്ങൾ കൊണ്ട് എഴുതിയ ഭാഗങ്ങളുണ്ട്. അതാണ് 10 കൽപ്പന. 10 കൽപ്പനകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവം തമ്പുരാൻ തന്നെ കൽപ്പലകയിൽ എഴുതി മോശയ്ക്ക് കൊടുത്തതാണ്. അത് പുറപ്പാട് പുസ്തകം 3:18 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആരുടെങ്കിലും കയ്യിൽ വേദപുസ്തകം ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചാട്ടെ. എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ വേദപുസ്തകം തുറന്നു വെച്ചിരിക്കുന്നതെന്ന് വായിച്ചാട്ടെ. പുറപ്പാട് 3:18 വാക്യം. എക്സോഡസ് 3:18. ആ 31:18 31:18 വാക്യം. 31:18 വാക്യം. ദൈവത്തിന്റെ വിരൽ കൊണ്ടെഴുതിയ കൽപ്പലകകൾ. അങ്ങനെയെങ്കിൽ 10 കൽപ്പനകൾ ദൈവം തമ്പുരാൻ തന്നെ തന്റെ വിരൽ കൊണ്ട് എഴുതിയതാണെന്ന് അവിടെ പറയുന്നു. 32:16 വായിച്ചേട്ടെ. പലക ദൈവത്തിന്റെ പണിയാണ്. അതിലെഴുതിയിരിക്കുന്ന എഴുത്താരുടേതാണ്? ദൈവത്തിന്റെ തന്നെ എഴുത്താണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ വേദപുസ്തകത്തിൽ ദൈവം തമ്പുരാൻ ഡയറക്റ്റ് എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ മാത്രമല്ല കാണുവാൻ സാധിക്കുന്നത്. മനുഷ്യരിത് എഴുതിയിട്ടുണ്ട്. ഈ 10 കൽപ്പനയോട് ചേർന്ന് തന്നെ മോശ എഴുതിയിട്ടുണ്ട്. ഞാൻ എല്ലാ വാക്യങ്ങളും വായിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ആവർത്തന പുസ്തകം 31:24-26, യഹസ്കേൽ 17:14, 24:4, യോശുവ 24:26 ഈ ഭാഗങ്ങളിലൊക്കെ മനുഷ്യർ എഴുതിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ മനുഷ്യർ ദൈവം തമ്പുരാൻ എഴുതിയ ഈ 10 കൽപ്പന മാത്രമല്ലാതെ മനുഷ്യർ വേദപുസ്തകം എഴുതിയിരിക്കുന്നു. ഈ വേദപുസ്തകം എഴുതിയിരിക്കുന്ന മുഴുവൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യരാണ് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ ആരെഴുതിയിരിക്കുന്നു? മോശ എഴുതിയിരിക്കുന്നു. പിന്നെ നമ്മൾ മുന്നോട്ട് വന്നാൽ യോശുവ എഴുതുന്നു, മുന്നോട്ട് വന്നാൽ ശമൂവേൽ എഴുതുന്നു, മുന്നോട്ട് വന്നാൽ ദാവീദ് എഴുതുന്നു, ശലോമോൻ എഴുതുന്നു, പത്രോസ് എഴുതുന്നു, പൗലോസ് എഴുതുന്നു. ഇങ്ങനെ മനുഷ്യർ വേദപുസ്തകം എഴുതുന്നു. എന്നാൽ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മനുഷ്യർ എഴുതിയതൊന്നും തന്നെ മനുഷ്യരുടെ തന്നെ വാക്കുകളായിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ദേ ദംസെൽസ് റോട്ട് ദീസ് ബുക്സ്. അവർ തന്നെത്താൻ ഈ പുസ്തകങ്ങൾ എഴുതിയതായിരുന്നില്ല. മറിച്ച് ദൈവം തമ്പുരാൻ ഇങ്ങനെയുള്ള അഡീഷണൽ റൈറ്റിംഗ്സിന് വേണ്ടി മനുഷ്യനെ ഓതറൈസ് ചെയ്യുകയായിരുന്നു. ഇരമ്യാ പ്രവചനം 30-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കാം. ഇരമ്യാ 30:2 വാക്യം. ഞാൻ നിന്നോട് അരുളി ചെയ്തിരിക്കുന്ന സകല വചനങ്ങളെയും ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക. അങ്ങനെയെങ്കിൽ ഇരമ്യാവ് എഴുതുമ്പോൾ ഇരമ്യാവിന്റെ വാക്കുകളല്ല എഴുതുന്നത്. ദൈവം തമ്പുരാൻ ഇരമ്യാവിനോട് കൽപ്പിച്ച അരുളപ്പാടുകളാണ് ഇരമ്യാവ് പുസ്തകമായിട്ട് എഴുതുന്നത്. പല ഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 1 ശമൂവേൽ 10-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ ശമൂവേല് പുസ്തകങ്ങൾ എഴുതിയിട്ട് അത് ദൈവത്തിന്റെ മുൻപാകെ സമർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തിനാണ് പറഞ്ഞു വന്നാൽ 435 BC വരെ, ശ്രദ്ധിക്കണമേ, ഇനിയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. 435 BC വരെ ഉള്ള കാലഘട്ടത്തിൽ പഴയ നിയമ പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. 435 BC വരെ അറൌണ്ട് ആ പീരീഡിലാണ് മലാക്കി പുസ്തകം എഴുതി നിർത്തുന്നത്. അതിനുശേഷം നമ്മൾ ശ്രദ്ധിച്ചാൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് നിർത്തുന്നത്, മലാക്കി പ്രവചനം നിർത്തുന്നത് വരുവാനുള്ള ഒരു മശികയെ പറ്റിയുള്ള പ്രതീക്ഷയോടുകൂടിയാണ്. മലാക്കി 3:1-4 വരെ, 4-ാം അധ്യായം 1 മുതൽ 6 വരെ ഉള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ജനത്തെ വീണ്ടെടുക്കാൻ വേണ്ടി ഒരു മശിക ഇനി വരും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് പഴയ നിയമം അവസാനിക്കുന്നത്. എന്നാൽ അവിടെ നിന്നാണ് പുതിയ നിയമം തുടങ്ങുന്നത്. പുതിയ നിയമം തുടങ്ങുന്നത് അന്ന് പ്രതീക്ഷിച്ച വീണ്ടെടുപ്പിന്റെ ചരിത്രം, ഒരു മശികയുടെ പ്രതീക്ഷ പൂർത്തീകരിക്കപ്പെടുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് പുതിയ നിയമം തുടങ്ങുന്നത്. അതുകൊണ്ട് പഴയ നിയമവും പുതിയ നിയമവും, പഴയ നിയമം നിഴലായി നിൽക്കുന്നെങ്കിൽ
പുതിയ നിയമം അതിന്റെ പൊരുളായി നിൽക്കുന്നു. പഴയ നിയമം പ്രതീക്ഷയായി നിൽക്കുന്നെങ്കിൽ പുതിയ നിയമം ആ പ്രതീക്ഷയുടെ പൂർത്തീകരണമായി നിൽക്കുന്നു. അതുകൊണ്ട് പഴയ നിയമത്തിൽ മശികയെ പറ്റിയുള്ള പ്രതീക്ഷയോടുകൂടെ അത് അവസാനിപ്പിക്കുന്നെങ്കിൽ മശിക വന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പുതിയ നിയമം ആരംഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. എനിവേ, നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ പുതിയ നിയമം എഴുതപ്പെട്ടിരിക്കുന്നതും മനുഷ്യരാണ്. പഴയ നിയമത്തിൽ നമ്മൾ പറഞ്ഞു, പഴയ നിയമം മനുഷ്യർ എഴുതിയപ്പോൾ മനുഷ്യരുടേതായ ഓൺ വേർഡ്സ് അല്ല എഴുതിയിരിക്കുന്നത്. ദൈവം അവരോട് അരുളി ചെയ്ത കാര്യങ്ങളാണ് അവര് പഴയ നിയമ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. ായിട്ട് യേശു തമ്പുരാൻ അപ്പോസ്തലന്മാരെ ഓതറൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതായത് അപ്പോസ്തലന്മാരോട് പറയുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ മുഴുവൻ ഓർമ്മപ്പെടുത്തി തരുമെന്ന് പറഞ്ഞാണ് യേശു തമ്പുരാൻ ഇവിടെ നിന്ന് പോയത്. ഉദാഹരണം 14-ാം അധ്യായത്തിന്റെ യോഹന്നാൻ 14-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. എങ്കിൽ വേദപുസ്തകത്തിൽ പുതിയ നിയമം അപ്പോസ്തോലിക അതോറിറ്റി വെച്ചാണ് പുതിയ നിയമം അംഗീകരിക്കപ്പെടുന്നത്. അപ്പോസ്തോലന്മാരെ പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ ഓർപ്പിച്ചു കൊടുക്കുകയും ആ ഓർപ്പിച്ചു കൊടുത്ത കാര്യങ്ങളാണ് അപ്പോസ്തോലന്മാർ യേശുവിന്റെ വചനങ്ങളായിട്ട് പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. ഇനിയും വളരെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരികയാണ്. ശ്രദ്ധിക്കുക, ഇന്നത്തെ ഓൾഡ് ടെസ്റ്റ്മെന്റ് രീതി 39 പുസ്തകങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. വേദപുസ്തകം മൊത്തത്തിൽ എത്ര പുസ്തകങ്ങളാണ്? കാത്തലിക്സ് ഉപയോഗിക്കുന്ന പുസ്തകം അല്ല എങ്കിൽ 39 പഴയ നിയമ പുസ്തകങ്ങളും 27 പുതിയ നിയമ പുസ്തകങ്ങളുമുണ്ട്. എന്നാൽ ഈ പുസ്തകങ്ങളെല്ലാം വേദപുസ്തകത്തിലെ അല്ലെങ്കിൽ കാനൻ ആണ് എന്ന് പറഞ്ഞത് അതിനെ സ്ഥിരീകരിക്കുന്നത് 2 കൗൺസിലുകളാണ്. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് AD 90 കൂടിയ ജാമ്നിയ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടിയ കൗൺസിലാണ്. AD 90 ജാമ്നിയ എന്ന സ്ഥലത്ത് കൂടിയ കൗൺസിൽ, ജാമ്നിയ കൗൺസിൽ. അവിടെ വെച്ചാണ് പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങൾ മാത്രം, 435 വരെ എഴുതപ്പെട്ട പുസ്തകങ്ങൾ, അത് 39 പുസ്തകങ്ങൾ മാത്രം ദൈവിക അരുളപ്പാടുകളായിട്ട് സ്ഥിരീകരിച്ചത്. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് സ്ഥിരീകരിച്ചത് സിനഡ് ഓഫ് ഹിപ്പോ അല്ലെങ്കിൽ ഹൈപ്പോ എന്ന് ചിലർ പ്രൊനൗൺസ് ചെയ്യുന്നു, ഹിപ്പോയിൽ വെച്ചാണ് AD 393 ആണ് പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അത് അംഗീകരിച്ചിരിക്കുന്നത്. ഈ സിനഡിന്റെ, ഹിപ്പോയിൽ നടന്ന ഈ സിനഡിനെ 397 കൗൺസിൽ ഓഫ് കാർത്തേജ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന കൗൺസിൽ വെച്ച് അവരൊന്നുകൂടെ സ്ഥിരീകരിച്ചു പറഞ്ഞു 27 പുസ്തകങ്ങൾ മാത്രമേ പുതിയ നിയമ പുസ്തകങ്ങളിൽ ഉള്ളൂ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഈ കൗൺസിലുകൾ വാസ്തവത്തിൽ ഇത് മാത്രമേ ഇതിന് ദൈവിക അംഗീകാരം കൊടുക്കുകയല്ലായിരുന്നു. വളരെ ശ്രദ്ധിക്കണം, ഒരു സംശയമുണ്ടാകാം. പഴയ നിയമ പുസ്തകങ്ങൾക്കും പുതിയ നിയമ പുസ്തകങ്ങൾക്കും ദൈവിക അംഗീകാരം കൊടുക്കാൻ, ഇത് മാത്രമേ ദൈവത്തിൽ നിന്നുള്ളൂ എന്ന് പറയാൻ എന്താണ് മനുഷ്യർക്ക് അധികാരം? എന്നാൽ അങ്ങനെയല്ല കൗൺസിൽ ചെയ്തത്. ഈ പുസ്തകങ്ങൾ നേരത്തെ തന്നെ സ്ക്രിപ്ചറായി അംഗീകരിക്കപ്പെട്ടിരുന്നു. എന്നാൽ കൗൺസിലുകൾ കൂടാൻ കാരണം ഇതിനിടയിൽ ദൈവിക നിയോഗമില്ലാതെ അനേക പുസ്തകങ്ങൾ വന്നു കയറി. ആ പുസ്തകങ്ങളിൽ നിന്ന് ആ പുസ്തകങ്ങൾ ദൈവികമല്ല, ഇത്രയും പുസ്തകങ്ങൾ മാത്രമേ ദൈവാത്മാവിൽ എഴുതപ്പെട്ടിട്ടുള്ളൂ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് കൗൺസിലുകൾ കൂടിയത്. അല്ലാതെ 39 പുസ്തകം ദൈവാത്മാവിലാണ്, അതിന്റെ ദൈവാത്മത്വം ഞങ്ങളിവിടെ തെളിയിക്കുന്നു എന്ന് പറഞ്ഞു കൂടിയ കൗൺസിലുകളല്ല. ഈ കൗൺസിലുകൾ ദൈവിക നിയോഗമില്ലാതെ എഴുതിയ പുസ്തകങ്ങളെ തള്ളിക്കളയുന്ന കൗൺസിലുകളായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് അപ്പോക്രിഫൽ ബുക്കുകളൊക്കെ തള്ളപ്പെട്ടത്. അപ്പോക്രിഫ പുസ്തകങ്ങളെല്ലാം തള്ളപ്പെടാൻ ഇടയായി തീർന്നത്. കാരണം ഇനിയും ആ ഭാഗത്തേക്ക് വരട്ടെ, സമയം വളരെ മുന്നോട്ട് പോകുന്നു. ആ ഭാഗത്തേക്ക് വരാനായിട്ട് എന്റെ മുന്നിൽ ഇന്നത്തെ ക്ലാസ് സമയമുണ്ടോന്നറിയില്ലെങ്കിലും അതിന്റെ മുഖവുര പറഞ്ഞ് ഞാൻ വിടട്ടെ. ഈ കൗൺസിലുകൾ കൂടിയപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ 66 പുസ്തകങ്ങൾ മാത്രമേ
ദൈവികമായിട്ടുള്ളൂ, ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടിട്ടുള്ളൂ എന്ന് പറയാനുള്ള കാരണം, നമ്മൾ മാത്രമല്ല ഈ കൗൺസിലുകളും, ജാമ്യയിൽ കൂടിയ ഈ കൗൺസിലും ഹിപ്പോയിൽ അല്ലെങ്കിൽ കാർത്തേജിൽ കൂടിയ ഈ കൗൺസിലുകളും അന്ന് കൂടിയ സഭാപിതാക്കന്മാർ ഒരുമിച്ച് പറഞ്ഞതാണ് 66 പുസ്തകങ്ങൾ മാത്രമേ ദൈവികമായിട്ടുള്ളൂ. ഇനിയും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അന്ന് ഇത് 66 പുസ്തകമേ ഉള്ളൂ എന്ന് പറഞ്ഞത് പെന്തിക്കോസ്തുകാരല്ല, ബാപ്റ്റിസ്റ്റുകാരല്ല, മർത്തോമക്കാരല്ല, യാക്കോബക്കാരല്ല, പിന്നെ ആരാ? അന്നുണ്ടായിരുന്ന കാത്തലിക് ബിഷപ്സാ. അപ്പൊ അന്നത്തെ കത്തോലിക്ക് ഇന്നത്തെ കത്തോലിക്ക് തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അന്ന് കാത്തലിക് എന്ന് പറഞ്ഞ സാർവത്രികമായിട്ടാണ്, സംഘടനകളുടെ പെരുപ്പം വന്നില്ലായിരുന്നു. അതുകൊണ്ട് സംഘടനകളുടെ ഡിഫറന്റ് ഡിനോമിനേഷനിൽ നിന്ന് ആളുകളെ വിളിക്കേണ്ട ആവശ്യം വന്നില്ലായിരുന്നു. അന്ന് ഉള്ള ബിഷപ്പുമാരെ മൊത്തം അവർ കാത്തലിക്കാണ്, സാർവത്രികമായ സഭയുടെ നേതാക്കന്മാരാണ്, പിതാക്കന്മാരാണ് അവർ ഒരുമിച്ച് പരിശുദ്ധാത്മ നിറവുള്ള അവരൊരുമിച്ച് കൂടിയാണ് പറഞ്ഞത് 66 പുസ്തകങ്ങൾ മാത്രമേ ഉള്ളെന്ന്. എന്നാൽ അപ്പോക്രിഫൽ ബുക്സ് കൂടെ അംഗീകരിക്കണം എന്ന് വരാൻ കാരണം 1560കളിൽ കൂടിയ കൗൺസിൽ ഓഫ് ട്രെന്റിൽ വെച്ചാണ്. കൗൺസിൽ ഓഫ് ട്രെന്റ് അവിടെ വെച്ചാണ് കത്തോലിക്ക സഭ തീരുമാനിച്ചത് അപ്പോക്രിഫൽ ബുക്കുകളും കൂടെ വേദപുസ്തകത്തോടുകൂടെ ആഡ് ചെയ്യണം. കാരണം വേദപുസ്തകത്തിന്റെ പഠിപ്പീരുകൾ വെച്ചുകൊണ്ട് മാർട്ടിൻ ലൂതറിനെ പോലുള്ള ആളുകൾ, ഉണർവ് നവോത്ഥാനത്തിന്റെ നവീകരണത്തിന്റെ ആളുകൾ പുറത്തു വന്നിട്ട് പറഞ്ഞു, ഈ പുസ്തകങ്ങളിലൊന്നും, ഏത് പുസ്തകങ്ങളില, ഈ 66 പുസ്തകങ്ങൾ അടങ്ങിയ, അതുവരെ ഒരു ഡിസ്പ്യൂട്ടും ഇല്ലായിരുന്നു 66 പുസ്തകം എന്നുള്ളതിന്. അപ്പൊ എത്ര സെഞ്ചുറീസാ, ഇത്രയും നൂറ്റാണ്ടുകളിൽ വേദപുസ്തകത്തിൽ 66 പുസ്തകമേ ഉള്ളോ അതോ കുറച്ചുകൂടെ ഉണ്ടോ എന്നുള്ളതിന് ഒരു തർക്ക വിഷയമേ അല്ലായിരുന്നു. എന്നാൽ ദൈവമക്കൾ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ കത്തോലിക്ക സഭയ്ക്കകത്ത് കടന്നുകൂടിയ ദുരുപദേശങ്ങളെ ചോദ്യം ചെയ്തപ്പോൾ അതിൽ ദുരുപദേശങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഭാഗങ്ങൾ അപ്പോക്രിഫ പുസ്തകത്തിലുള്ളതുകൊണ്ട് അന്നത്തെ കൗൺസിൽ ഓഫ് ട്രെന്റിൽ വിളിച്ചു പറഞ്ഞു, അപ്പോക്രിഫൽ ബുക്സും വേദപുസ്തകത്തിന്റെ ഭാഗമായിരിക്കുമെന്ന് വിളിച്ചു പറഞ്ഞിട്ട് അതിനകത്തുനിന്ന് ദുരുപദേശങ്ങളെ എടുത്ത് കാണിക്കാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് അന്ന് പ്രാക്ടീസ് ചെയ്തിരുന്ന ദുരുപദേശങ്ങളുടെ ദൈവിക അംഗീകാരം കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോക്രിഫൽ ബുക്സ് വേദപുസ്തകത്തിന്റെ കൂടെ ആഡ് ചെയ്തതെന്ന് ചരിത്രം പഠിക്കുന്ന ആർക്കും മനസ്സിലാകും. എന്നാൽ ഈ കൗൺസില് കൂടിയപ്പോൾ ഇന്ന പുസ്തകം ദൈവികമാണോ ഇല്ലയോ, പരിശുദ്ധാത്മാവിലാണോ ഇല്ലയോ എന്ന് അറിയേണ്ടതിന് ഈ കൗൺസിലുകൾ 5 പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിരുന്നു. 5 തത്വങ്ങൾ അവർ ഫോളോ ചെയ്തു. അവർ ചോദിച്ച 5 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഈസ് ഇറ്റ് അതോറിറ്റേറ്റീവ്? ഒരു പുസ്തകത്തെ എടുത്താൽ ആ പുസ്തകം ദൈവികമാണോ എന്നറിയാനായിട്ട് വെദർ ദിസ് ബുക്ക് കംസ് ഫ്രം ഗാഡ്, ഈ ബുക്ക് ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടാണോ എന്നവർ ചോദ്യം ചോദിക്കും. അപ്പൊ ഈ ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടായിട്ട് പരിശുദ്ധാത്മാവ് അവരെ കൺവിൻസ് ചെയ്തില്ല എങ്കിൽ ആ പുസ്തകത്തെ എന്ത് ചെയ്യും? മാറ്റിവെക്കും. 2, ഈസ് ഇറ്റ് പ്രൊഫറ്റിക്? ഇത് ദൈവത്തിന്റെ ആത്മാവുള്ള ദൈവ മനുഷ്യരാൽ എഴുതപ്പെട്ട പുസ്തകമാണോ? അപ്പൊ അതിന്റെ അർത്ഥം അന്ന് ചില പുസ്തകങ്ങൾ വന്നു, പേരില്ല, നാളില്ല, എവിടെ എഴുതിയെന്നറിയത്തില്ല, ഇങ്ങനെ എഴുതി അങ്ങ് വിടുകയാണ്, അംഗീകാരത്തിന് വേണ്ടി വിടുകയാണ്. അപ്പോക്രിഫ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഹിഡൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ മറഞ്ഞു കിടക്കുന്ന എന്നാണ്. അറിയത്തില്ല എവിടെ ആരാ എഴുതി, എന്താ എഴുതിയെന്ന് അറിയത്തില്ല. അതാണ് അപ്പോക്രിഫ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് അവർ ചോദിക്കാൻ തുടങ്ങി, ഈസ് ഇറ്റ് പ്രൊഫറ്റിക്? ഇത് പ്രവചനാത്മാവുള്ള ദൈവദാസന്മാരാൽ എഴുതപ്പെട്ട പുസ്തകമാണോ? 3, ഈസ് ഇറ്റ് ഒതന്റിക്? അതോറിറ്റേറ്റീവ് എന്ന ചോദ്യത്തിന് ദൈവത്തിന്റെ അരുളപ്പാടാണോ എന്ന ചോദ്യം. എന്നാൽ ഈസ് ഇറ്റ് ഒതന്റിക് എന്ന അർത്ഥത്തിന് ചർച്ച് ഫാദേഴ്സിന്, സഭാപിതാക്കന്മാർക്ക് ഒരു പോളിസി ഉണ്ടായിരുന്നു. ഇഫ് ഇൻ ഡൗട്ട് ത്രോ ഇറ്റ് ഔട്ട്. അവരുടെ പോളിസി അതായിരുന്നു, ഇഫ് ഇൻ ഡൗട്ട് ത്രോ ഇറ്റ് ഔട്ട്. അപ്പൊ അവര് പ്രാർത്ഥിച്ചിരിക്കുമ്പോ ഒരു പുസ്തകം കണ്ടു, ഇത് സംശയം അവർക്ക് മൊത്തത്തിൽ ഉണ്ടാക്കിയതെങ്കിൽ, ഈ പുസ്തകം ദൈവത്തിൽ നിന്ന് ആണോ അല്ലയോ എന്ന സംശയമാണ്, ഇതേതോ മനുഷ്യൻ എഴുതപ്പെട്ടതാണെന്ന് സംശയം വന്നു കഴിഞ്ഞാൽ അവരുടെ പോളിസി എന്ന് പറയുന്നത് ജസ്റ്റ് കീപ് ഇറ്റ് അവേ എന്ന് പറഞ്ഞ ദൈവം തമ്പുരാൻ അവരുടെ മനസ്സിൽ നിശ്ചയം കൊടുക്കണം, ഇറ്റ്സ് ഫ്രം ദ ലോർഡ്, ഇത് ദൈവത്തിൽ നിന്നാണെന്ന്. അല്ലാതെ ചുമ്മാതെ 66 പുസ്തകം ഇരിക്കട്ടെന്ന് പറഞ്ഞ് മാറ്റിയതല്ല, മനസ്സിലാക്കണം.
66 പുസ്തകം ഇരിക്കട്ടെ, ഇത്രയും നാൾ എഴുതിയതല്ലേ, പഴയ നിയമത്തിൽ 39 ജാമ്യ കൂട്ടിച്ചേർത്തല്ലേ, അപ്പൊ അതുകൊണ്ട് ആതിരിക്കട്ടെ. പുതിയ നിയമത്തിൽ 27 പേരുള്ള 27 എണ്ണം മാറ്റിവെച്ചേക്കാമെന്ന് പറഞ്ഞ് മാറ്റിയതല്ല. അവർ പറഞ്ഞത്, അവർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളായിരുന്നു. അവരുടെ എല്ലാവരുടെ മനസ്സിൽ ദൈവാത്മാവ് ഉറപ്പ് കൊടുക്കണം, ഈ പുസ്തകം ദൈവത്തിൽ നിന്ന് വരുന്ന പുസ്തകമാണെന്ന്. ആ ഉറപ്പിന്റെ മേൽ ദിവസങ്ങളെടുത്താണ് അവർ വേദപുസ്തകത്തെ തിരുവചനമാണോ ഇല്ലയോ എന്ന് തീരുമാനിച്ചിരുന്നത്. നാലാമത്തത്, ഈസ് ഇറ്റ് ഡൈനമിക്, ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താൻ ശക്തിയുള്ളതാണോ ഈ പുസ്തകം എന്നവർ ചോദിച്ചിരുന്നു. കാരണം ജൂഡിത്തും തോബിത്തും ഒക്കെ വായിച്ചാൽ, അപ്പോക്രിഫയിലെ ജൂഡിത്തും തോബിത്തും ഒക്കെ വായിച്ചാൽ ഒരു നല്ല നോവൽ വായിക്കുന്ന പോലെ ഉണ്ട്. ഇല്ലെങ്കിൽ ഇന്ന് വീട്ടിൽ പോയിരുന്ന് വായിച്ചു നോക്കിക്കോ, ഒരു നല്ല കഥ വായിക്കുന്ന പോലെ. അതിനകത്ത് ദർ ഇസ് നോ ട്രാൻസ്ഫോമിംഗ് പവർ. ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തത്തക്ക ശക്തി ഇതിനകത്തില്ല. അതുകൊണ്ട് അവർ ചോദിച്ചിരുന്നു, മത്തായി സുവിശേഷം അവരെടുക്കുമ്പോൾ ചോദിക്കും, വെദർ ദിസ് ബുക്ക് ഗോട്ട് ട്രാൻസ്ഫോമിംഗ് പവർ, മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ ദൈവശക്തിയിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ്, ആ ശക്തി ഈ പുസ്തകത്തിൽ വ്യാപരിക്കുന്നുണ്ടോ? അത് നാലാമത്തെ ചോദ്യമായിരുന്നു. അഞ്ചാമത്തെ ഏറ്റവും അതിപ്രധാനമായ ഒരു ചോദ്യമുണ്ടായിരുന്നു, വാസ് ഇറ്റ് റിസീവ്ഡ്, കളക്ടഡ്, റെഡ് ആൻഡ് യൂസ്ഡ്. അന്ന് അവർ ജീവിച്ചിരുന്ന കാലം വരെ 1-ാം നൂറ്റാണ്ട് മുതൽ ആളുകൾ ഇത് സ്വീകരിച്ച് വായിച്ച് പഠിപ്പിച്ച് മുന്നോട്ട് വന്നിരുന്ന പുസ്തകമാണോ? അല്ലാതെ പെട്ടെന്ന് പുസ്തകങ്ങൾ വായിക്കാൻ പറ്റത്തില്ല. കാരണം ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ വാക്കുകളെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ, 2 പത്രോസ് 3:16 പെട്ടെന്ന് വായിച്ചാട്ടെ. 2 പത്രോസ് 3:16. മുകളിലോട്ട് വായിച്ചാട്ടെ, 15 മുതൽ വായിച്ചേ. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പത്രോസ് അത് എഴുതുന്ന സമയത്ത് പൗലോസിന്റെ ലേഖനങ്ങൾ സർക്കുലേഷനിലായിരുന്നു. പൗലോസ് സഭയ്ക്ക് എഴുതിയ ലേഖനങ്ങൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഓരോ സഭകളിലും ഇത് എന്ത് ചെയ്തിരുന്നു? സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഇത് ദൈവികമാണോ ഇല്ലയോ എന്ന് ചിന്തിക്കാൻ, ഇത് ഇങ്ങനെ സഭകളിൽ സ്വീകരിക്കപ്പെട്ട് സർക്കുലേറ്റ് ചെയ്യപ്പെട്ട് വായിക്കപ്പെട്ട് അംഗീകരിക്കപ്പെട്ട പുസ്തകങ്ങളാണോ എന്ന് അവർ വ്യക്തമായിട്ട് പഠിച്ചിരുന്നു. ഇത്രയും 5 പ്രിൻസിപ്പിൾസ് വെച്ച്, ഏത് 5 പ്രിൻസിപ്പിൾ? ഒന്ന്, ഈസ് ഇറ്റ് അതോറിറ്റേറ്റീവ്, ഈസ് ഇറ്റ് പ്രൊഫറ്റിക്, ഈസ് ഇറ്റ് ഒതന്റിക്, ഈസ് ഇറ്റ് ഡൈനമിക്, ഈസ് ഇറ്റ് റിസീവ്ഡ്, കളക്ടഡ്, റെഡ് ആൻഡ് യൂസ്ഡ്. ഇത് ദൈവിക ആധികാരികതയുണ്ടോ? ഇത് പ്രവചനാത്മാവുള്ള ദൈവദാസന്മാരല്ല എഴുതപ്പെട്ടതാണോ? ഇത് സംശയമില്ലാത്ത നിലയിൽ ദൈവവചനമാണെന്ന് പറയാൻ പറ്റുന്നതാണോ? ഇത് ആളുകളെ ട്രാൻസ്ഫോം ചെയ്യാൻ, രൂപാന്തരപ്പെടുത്താൻ ശക്തിയുള്ള പുസ്തകമാണോ? ഇത് ആ കാലത്ത് സ്വീകരിക്കപ്പെട്ട അംഗീകരിക്കപ്പെട്ട പുസ്തകങ്ങളാണോ എന്ന ഈ 5 പ്രിൻസിപ്പിൾസ് വെച്ചുകൊണ്ടാണ് വേദപുസ്തകം അവര് കാനനൈസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്, ദൈവികമാണെന്ന് പറയാനായിട്ട് തുടങ്ങിയത്. പെട്ടെന്ന് പറയട്ടെ, ഈ 5 പ്രിൻസിപ്പിൾസ് ഒരുപോലെ വെച്ച് നോക്കിയപ്പോൾ ഇന്ന് കാണുന്ന അപ്പോക്രിഫൽ ബുക്കുകളെല്ലാം തന്നെ ദൈവവചനമല്ല എന്ന് തെളിയിക്കപ്പെട്ടു. ദൈവവചനമല്ല എന്ന് തെളിയിക്കപ്പെട്ടു. ഇനിയും ശ്രദ്ധിച്ചാൽ, ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ അപ്പോക്രിഫൽ ബുക്സ് എന്തുകൊണ്ട് കാനോനികമല്ല? 5 പ്രിൻസിപ്പിൾ വെച്ച് അവർ ചിന്തിച്ചപ്പോൾ കാനോനികമല്ല എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, അടുത്ത ആഴ്ചയിൽ പഠിക്കാൻ പോകുന്നത്, എന്തുകൊണ്ട് ഇപ്പോഴും അത് കാനോനികമല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് ദൈവവചനത്തിന്റെ ഭാഗമല്ല എന്ന് എങ്ങനെ നമുക്ക് സമർത്ഥിച്ച് പറയാനായിട്ട് സാധിക്കും? അതിന് ചില പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് അടുത്ത ആഴ്ചയിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇത് അപ്പോക്രിഫൽ ബുക്സ് എന്തുകൊണ്ട് കാനോനികമല്ല, ദൈവവചനമല്ല, ദൈവസഭയ്ക്ക് മെഷറിംഗ് റോഡായിട്ട്, അളവുകോലായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയില്ല, എന്തുകൊണ്ട് അതിലെ പഠിപ്പീരുകൾ അംഗീകരിക്കാൻ സാധിക്കുകയില്ല. കൗൺസില് ഈ 5 പോയിന്റ് വെച്ചാണ് അംഗീകരിച്ചതെങ്കിലും എന്തുകൊണ്ട് നമുക്ക്, ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മൾ, എന്തുകൊണ്ട് അപ്പോക്രിഫൽ ബുക്സ് സഭയുടെ വേദപുസ്തകത്തിന്റെ ഭാഗമായി അംഗീകരിച്ചുകൂടാ എന്നുള്ള വിഷയം അടുത്ത ആഴ്ചയിൽ പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞ് വേദപുസ്തകത്തിന്റെ ആധികാരികത 1-2 വാക്കുകളിൽ ഓർപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
ഒരു നിമിഷം എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകൾ അടച്ചാട്ട്. ഈ വിശുദ്ധ വേദപുസ്തകം നമ്മുടെ ജീവിതത്തിൽ മെഷറിംഗ് റോഡായിട്ട്, അളവുകോലായിട്ട്, നമ്മളൊരു ക്രിസ്ത്യാനി ആണോ എന്ന് ചോദിക്കാൻ, നമ്മളൊരു ദൈവവൈതലാണോ എന്നറിയാൻ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ, നമ്മൾ സ്വർഗത്തിൽ പോവുകയോ ഇല്ലയോ എന്നറിയാൻ, നമ്മുടെ ആത്മീക ജീവിതം ഇപ്പൊ പോകുന്ന പോക്കിൽ പോയാൽ മതിയോ ഇല്ലയോ എന്നറിയാൻ, നമ്മൾ പോകുന്ന വഴി ശരിയാണോ എന്നറിയാൻ ഈ വിശുദ്ധ വേദപുസ്തകം അളവുകോലായി ദൈവം നമുക്ക് തന്നിരിക്കുന്നതിനായി നമുക്ക് ഒരുമിച്ച് നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു പുസ്തകം ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കൊന്നിനും തിട്ടമായി പറയുവാൻ കഴിയുകയില്ലായിരുന്നു. ഇങ്ങനെ ഒരു പുസ്തകം ഇന്ന് നമ്മുടെ കയ്യിലില്ലായിരുന്നെങ്കിൽ നാം തന്നെ ക്രിസ്ത്യാനിയാണോ എന്ന് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ ഒരു പുസ്തകം നമ്മുടെ കയ്യിലില്ലായിരുന്നെങ്കിൽ നാം സ്വർഗത്തിന് നരകത്തിന് അവകാശിയാണോ എന്ന് നമ്മെ തന്നെ മനസ്സിലാക്കാൻ കഴിയുകയില്ലായിരുന്നു. എന്നാൽ വേദപുസ്തകം പല ഘട്ടങ്ങളിലായി എഴുതപ്പെട്ടതാണെങ്കിലും ലോകത്തിന്റെ വീണ്ടെടുപ്പിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഈ വിശുദ്ധ വേദപുസ്തകം നമ്മോട് വ്യക്തിപരമായി സംസാരിക്കാൻ കഴിവുള്ള നിലയിൽ പരിശുദ്ധാത്മാവ് ജീവനുള്ള വാക്കുകളാക്കി ഇതിനെ മാറ്റിയിരിക്കുന്നതിനായി സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. തിരുവചനത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ഇത് തന്നെ നമ്മുടെ മെഷറിംഗ് റോഡായി, നമ്മുടെ ജീവിതത്തിന്റെ അളവ് കോലായി മാറ്റിക്കൊണ്ട് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസന്മാരെന്നൊരാൾ പരസ്യമായിട്ട് ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ പ്രിയ കുറിച്ചുള്ള മുന്നോട്ട് വന്നാൽ മുന്നോട്ട്